स्वेच्छाकेसरिणः स्वच्छस्वच्छायायासितेन्दवः त्रायन्तां वो मधुरिपोः प्रपन्नार्तिच्छिदो नखाः या स्मर्यमाणा श्रेयांसि सूते ध्वंसजते रुजः ताम् അഭീഷ്ടഫലോദാരകൽപ്പവല്ലീം സ്തുവേ ശിവാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ശൃംഗാരരസം പരമപ്രധാനമായിട്ട് ധ്വനിയുടെ ആത്മഭൂതമായിട്ട് ശൃംഗാരരസം എവിടെയാണോ താത്പര്യമാണ്, ശബ്ദാർത്ഥങ്ങൾ വളരെ താത്പര്യത്തോടുകൂടി തത്പരതയോടി ശൃംഗാരരസത്തെ പ്രകാശിപ്പിക്കുന്നത്. അവിടെ യമകാലങ്കാരവും യമകം പോലെയുള്ള ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളും ചമയ്ക്കുന്നത് പ്രതിഭാധനനായ ഒരു കവിയാണെങ്കിൽ പോലും പ്രമാദം തന്നെയാണ്, അശ്രദ്ധ തന്നെയാണ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ടാണ് യമകാലങ്കാരം അങ്ങനെ ശൃംഗാരരസപ്രധാനമായിട്ടുള്ള കവിതയിൽ പ്രയോഗിച്ചുകൂടാന്ന് പറയുന്നത് ചോദിച്ചാൽ അതിന് യുക്തി പറയാം. രസപ്രധാനമായ കവിതയിൽ എന്താണ് ധ്വനിയാവുക, അലങ്കാരമാവുക എന്ന് ചോദിച്ചാൽ, രസപ്രധാനമായ കവിതയിൽ രസം ചമയ്ക്കുന്നതിൽ മാത്രമായിരിക്കണം കവിയുടെ ശ്രദ്ധ. അങ്ങനെ രസത്തിൽ മുങ്ങിയിരിക്കുന്ന കവി തന്നെ അറിയാതെ വേറിട്ടൊരു പ്രയത്നമൊന്നും കൂടാതെ ഒരലങ്കാരം ഉണ്ടായിപ്പോയാൽ, രസത്തിനോടൊപ്പം ചേർന്ന് വന്നു പോയാൽ അതിനെ മാത്രമേ അലങ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവയൊന്നും അലങ്കാരമല്ല. കാരണം അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കവി ഒരു അലങ്കാരം ചമയ്ക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ രസത്തിലുള്ള ശ്രദ്ധ പോവും. അപ്പോൾ രസമായിരിക്കില്ല പരമപ്രധാനം. അതുകൊണ്ട് രസം ആക്ഷേപിച്ചു കൊണ്ടുവരുന്ന, രസത്തിനോടൊപ്പം വലിച്ചഴിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ രസത്തിനോടൊപ്പം തന്നെ രസം കൊണ്ടുവരുന്ന അലങ്കാരങ്ങൾ, രസം ചമയ്ക്കാനുള്ള കവിയുടെ ശ്രദ്ധയിലൂടെ മാത്രം, വേറൊരു പ്രയത്നം കൂടാതെ വാർന്നു വീഴുന്ന അലങ്കാരങ്ങൾ മാത്രമേ രസധ്വനിയില്, അസംലക്ഷക്രമധ്വനിയില്, ധ്വന്യാത്മഭൂതമായ ശൃംഗാരത്തില് അലങ്കാരമാവുള്ളൂ എന്നുള്ളതാണ്. രസ ആക്ഷിപ്തതയാ യസ്യ ബന്ധഃ ശക്യക്രിയോ ഭവേത് അപൃഥഗ്യത്ന നിർവർത്യഃ സോലങ്കാരോ ധ്വനൗ മതഃ ധ്വനൗ സഹ അലങ്കാരഃ മതഃ. ധ്വനികാവ്യത്തിൽ, രസാദിധ്വനി പ്രധാനമായിട്ടുള്ള കാവ്യത്തിൽ അതിനെയാണ് അലങ്കാരം എന്ന് പറയുന്നത്. ഏതിനെ എന്ന് ചോദിച്ചാൽ, യസ്യ ഏതൊരലങ്കാരത്തിന്റെ ബന്ധഃ ചമക്കല്, സന്നിവേശം, രസാക്ഷിപ്തതയാ ശക്യക്രിയ ഭവേത്, രസം ആക്ഷേപിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതായി ഭവിക്കുന്നുവോ. ശക്യക്രിയ എന്ന് വെച്ചാൽ ചെയ്യാൻ, ഉണ്ടാക്കാൻ, ചമയ്ക്കാൻ കഴിയുന്നത്. അപ്പൊ ഏതൊരലങ്കാരത്തിന്റെ ബന്ധമാണോ, സന്നിവേശമാണോ രസം ആക്ഷേപിച്ചിട്ട് തന്നെ നടക്കുന്നത്, രസാക്ഷിപ്തമായിട്ട് നടക്കുന്നത്, അതെങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, അത് പൃഥക് യത്നമില്ലാതെ നിർവർത്തനം ചെയ്യപ്പെടുന്നതാണത്. നിർവർത്തനം ചെയ്യപ്പെടുന്നത് നിർവർത്യം, അല്ലെങ്കിൽ നിർവർത്തനം ചെയ്യപ്പെട്ടത് നിർവർത്യം. നിർവർത്തനം ചെയ്യുക എന്ന് വെച്ചാൽ മുഴുവനാക്കുക, ചമയ്ക്കുക, ഉണ്ടാക്കുക, പൂർത്തിയിലേക്ക് എത്തിക്കുക ഒക്കെ അർത്ഥം. എങ്ങനെ മുഴുവനാക്കി? ആ പൃഥക് യത്ന നിർവർത്തിയ, പൃഥക്കായിട്ട് വേറിട്ടൊരു യത്നം അതിനു വേണ്ടിയിട്ട്, ആ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാതെ തന്നെ ചമയ്ക്കപ്പെട്ട അലങ്കാരം. അപ്പൊ രസത്തിലുള്ള ശ്രദ്ധയില് കവി പോലും അറിയാതെ ഒരു അലങ്കാരം വാർന്നു വീഴുകയാണെങ്കിൽ അത് ആ പൃഥക് യത്ന നിർവർത്യമാണ്. അങ്ങനെയുള്ള അലങ്കാരം മാത്രമേ അലങ്കാരമാവുള്ളൂ. അപ്പൊ എന്താ യമകത്തിൽ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, അല്ല. യമകത്തിലും അതുപോലെ ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അതിൽ ശ്രദ്ധിച്ച് ചമയ്ക്കേണ്ടി വരും. അപ്പൊ രസത്തിൽ ശ്രദ്ധ പോകും. അപ്പൊ അത് അലങ്കാരമാവില്ല. നിഷ്പത്തൗ
ആശ്ചര്യഭൂതോപി യസ്യാലങ്കാരസ്യ രസാക്ഷിപ്തതയാ ഏവ ബന്ധഃ ശക്യക്രിയഃ ഭവേത് സഹ അസ്മിൻ അലക്ഷ്യക്രമവ്യംഗ്യേ ധ്വനൗ അലങ്കാരഃ മതഃ. അസ്മിൻ അലക്ഷ്യക്രമവ്യംഗ്യേ ധ്വനൗ, രസാദി ധ്വനിയില്, അസംലക്ഷ്യക്രമവ്യംഗ്യ ധ്വനിയില് എന്തിനെയാണ് അലങ്കാരം എന്ന് പറയുക? നിഷ്പത്തൗ ആശ്ചര്യഭൂതഃ അപി. ഇതെങ്ങനെയാ ഈ ഒരു അലങ്കാരം ഉണ്ടായത് എന്ന് വളരെയധികം നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. അതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തില് വിസ്മയജനകമാണത്. അങ്ങനെയുള്ള അലങ്കാരം, യസ്യ അലങ്കാരസ്യ, ഏതൊരു അലങ്കാരമാണോ, രസാക്ഷിപ്തതയാ ഏവ യസ്യ ബന്ധഃ ശക്യക്രിയഃ. യസ്യ അലങ്കാരസ്യ, ഏതൊരു അലങ്കാരത്തിന്റെ ബന്ധം, സന്നിവേശം രസാക്ഷേപം കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതായി വരുന്നുവോ അതിനെയാണ് അസംലക്ഷ്യക്രമധ്വനിയില്, രസാദിധ്വനിയില് അലങ്കാരം എന്ന് പറയുക. അത് മാത്രമേ രസത്തിന് അംഗമാവുള്ളൂ. തസ്സൈവ രസാംഗത്വം മുഖ്യം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വിക്രമ വിഷയത്തിൽ നിന്നൊരു പദ്യമാണ് ധരിക്കുന്നത്. അല്ല, വിക്രമ വിഷയമല്ല, സോറി, വിക്രമ വിഷയമല്ല, ഒരു പദ്യം. അതായത് പ്രണയകലഹം കൊണ്ട് കുപിതയായിരിക്കുന്ന നായികയെ വർണ്ണിക്കുന്ന ഒരു പദ്യമാണിത്. പ്രണയകലഹം കൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന നായിക. കപോലെ പത്രാളി കരതല നിരോധേന മർദ്ദിത. ദേഷ്യം വന്നിട്ട് താടിക്ക് കൈ കൊടുത്ത്, കയ്യിൽ താടി വെച്ച്, അങ്ങനെയല്ലേ പറയുന്നത്, ഇരിക്കുകയാണുള്ളത്. അതുകൊണ്ട് കവിളിൽ കൈവച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കപോലെ പത്രാളി കരതല നിരോധേന മർദ്ദിത. കുറേയധികം നേരം കയ്യിൽ കവളത്ത് കൈ വെച്ചിരുന്നാൽ കവളത്തുള്ള സാധനങ്ങളൊക്കെ മാഞ്ഞു പോവും. കവളത്ത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ചന്ദനക്കുറിയോ അല്ലെങ്കിൽ പത്തിക്കീറ്റ്, ഇലയുടെ ചില സാധനങ്ങൾ, ഇല തന്നെ പച്ചിലകൾ അരിച്ച് വെച്ചതോ അല്ലെങ്കിൽ പച്ചില തന്നെ ഒരലങ്കാരമായിട്ട് വെച്ചിരിക്കുന്ന, കവളത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇവയെല്ലാം എന്താവും? കരതല നിരോധം കൊണ്ട്, കരതലത്തിന്റെ ഘർഷണം കൊണ്ട് മൃദിതമാവും. അത് മാഞ്ഞു പോവും, അല്ലെങ്കിൽ മർദ്ദനം ചെയ്യപ്പെടും, ലുളിതമാവും. അപ്പൊ കപോലത്തിലുള്ള, ദാമോദരൻ പറയുന്നത് ചന്ദനക്കുറി എന്നാണ്. പത്രാളി എന്ന് പറഞ്ഞാൽ ചന്ദനക്കുറി എന്ന് പറയാ വേണമെങ്കിൽ പറയാം, ദാമോദരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പത്തിക്കീറ്റ് എന്നൊക്കെയാണ് പറയുക. അതായത് ഇല കൊണ്ടോ പച്ചില കൊണ്ട് അല്ലെങ്കിൽ പച്ചില ചാറ് കൊണ്ടൊക്കെ വരച്ചതോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിപ്പിച്ചതോ ആയ സംഭവങ്ങൾ. അത് കുറെ നേരം ഇങ്ങനെ കയ്യിൽ ദേഷ്യപ്പെട്ട് കവളത്തെ കൈയും വെച്ച് അല്ലെങ്കിൽ താടിക്ക് കൈയും കൊടുത്തെന്നാണോ നമ്മൾ പറയാറ്. ശരിക്കും താടിക്ക് കൈയും കൊടുത്തിട്ടാണോ അല്ല കയ്യിൽ താടി വെച്ചിട്ടാണോ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? കപോലത്തിലുള്ള, കവിളിത്തടത്തിലുള്ള ആ പത്രാളി അലങ്കാരത്തിന് വേണ്ടി ചെയ്ത സാധനങ്ങള് കരതല നിരോധം കൊണ്ട് മർദ്ദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിപീതോ നിശ്വാസൈഹി അയം അമൃതഹൃദ്യ അധരരസ. നല്ല തുടുത്ത ചുണ്ടാണ് അവളുടെ. ആ ചുണ്ടിന്റെ തുടുപ്പ് അത് മുഴുവൻ പോയി. ഇപ്പൊ വിളറി വെളുത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ദേഷ്യം വന്നിട്ട് നെടുവീർപ്പ് തീർക്കുന്നുണ്ട്. നെടുവീർപ്പ് കൊണ്ട് ചൂട് കത്തിയിട്ട് ചുണ്ടാകെ വരണ്ട് വിളറിയിരിക്കുകയാണ്. അപ്പോൾ ചുണ്ടിലെ അധരത്തിന്റെ രസം, അതിൻ്റെ ഒരു തുടുപ്പ്, അതിൻ്റെ ഒരു ഹൃദ്യത, അത് മുഴുവൻ നിശ്വാസൈഹി നിപീത, നെടുവീർപ്പ് കൊണ്ട് കുടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അമൃതം പോലെ ഹൃദ്യമായിരിക്കുന്ന അധരങ്ങളുടെ രസം, അധരത്തിന്റെ രസം നിശ്വാസങ്ങൾ കുടിച്ചിരിക്കുകയാണ്. മുഹുഹു കണ്ഠേ ലഗ്ന തരളയതി ബാഷ്പ സ്തനതടീം. തൊണ്ടയിൽ ഉടക്കിയിരിക്കുന്ന ഗദ്ഗതം, ബാഷ്പം, അതെന്ത് ചെയ്യുന്നു? സ്തനതടത്തെ, മാറിടത്തെ തരളയതി, വല്ലാതെ വികാരം കൊള്ളിപ്പിക്കുന്നു, തുടിപ്പിക്കുന്നു, തുടിക്കുന്നു.
മാറിടം. എന്തുകൊണ്ടാണ്? തൊണ്ടയിൽ ഗദ്ഗതം ഒതുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറിടം തുടിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും. മുഹു കണ്ഠേ ലഗ്നഃ ബാഷ്പ, തൊണ്ടയിൽ ഉടക്കിയ ഗദ്ഗതം സ്തനതട്ടിയും മുഹുഹു തരളയതി. അങ്ങനെയുള്ള ആ നായികയോട് നായകൻ പറയാണ്, ഓ എന്നോടല്ല ഇപ്പൊ തനിക്ക് പ്രിയ, പിന്നെയോ കോപത്തിനോടാണ്. കാരണം ഒരു കാമുകൻ ചെയ്യേണ്ടതായ, ഒരു പ്രിയൻ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുമ്പോൾ നീ അനുവദിച്ചു കൊടുക്കുകയാണ്. അവൻ എന്താ ചെയ്യുന്നത്? ആ കവിളത്തൊക്കെ തലോടി കവിളിലുള്ള അലങ്കാരങ്ങളെല്ലാം അത് മർദ്ദനം ചെയ്തു. അത് കാമുകൻ ചെയ്യേണ്ടതല്ല, ഇപ്പൊ കോപമാണ് ചെയ്യുന്നത്. കോപം മന്യുഹം. അതുപോലെ കോപം കൊണ്ട് നെടുവീർപ്പ് തീർക്കുമ്പോൾ നെടുവീർപ്പ് കൊണ്ട് വാസ്തവത്തില് അധരപാനം ചെയ്യേണ്ടത്, അധരരസം പാനം ചെയ്യേണ്ടത് കാമുകനാണ്, പ്രിയനാണ്. അതിന് പകരം നീ ഇപ്പോ ആരെ അനുവദിച്ചിരിക്കുന്നു അധരപാനം ചെയ്യാൻ? ഈ നിശ്വാസങ്ങളെ അനുവദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മഞ്ഞുവിനെ അനുവദിച്ചിരിക്കുന്നു, കോപത്തെ അനുവദിച്ചിരിക്കുന്നു. അതുപോലെ സ്തനതടത്തെ തരളമാക്കേണ്ടത് ആരാണ്? കാമുകനാണ്. പക്ഷെ ഇപ്പൊ ഇതാ മഞ്ഞുവിന്റെ ഭാഗമായിട്ടുള്ള ബാഷ്പമാണ്, ഗദ്ഗതമാണ് സ്തനതടത്തെ തരളമാക്കുന്നത്. അപ്പോ കവി പറയാണ്, അല്ലെങ്കിൽ കാമുകൻ പറയാണ്, എടോ തനിക്കിപ്പോ പ്രിയനായിട്ടുള്ളത് മഞ്ഞുവാണ്, കോപമാണ്, കൺട്രോൾ ഇല്ലാത്തവളെ എന്നൊക്കെയാണ്, ദുർദാന്തയെ എന്നാ വിളിക്കുന്നത്, നിരനുരോധേ. അങ്ങനെയായിട്ടുള്ള നിനക്ക് ഇപ്പോ കോപത്തോടാണ് പ്രിയം, എന്നോടല്ല എന്ന് പറയാണ്. നോക്കൂ, ഇപ്പൊ ഇത് എന്തിനാ ഉദാഹരിച്ചത്? ഇവിടെ അലങ്കാരങ്ങൾ വന്നു വീണിട്ടുണ്ട്. അലങ്കാരം വെക്കാൻ വേണ്ടി കവി ഒരു എഫർട്ടും ചെയ്യാതെ, കവി അറിയാതെ ചില അലങ്കാരങ്ങൾ വന്നു വീണ് പോയിട്ടുണ്ട്. അതെന്താ, എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. അനുസരണയില്ലാത്തവളെ, നിരനുരോധ എന്നുള്ളതിന്, നിന്റെ കവിൾത്തടത്തിലെ ചന്ദനക്കുറി കൈത്തടത്തിന്റെ നിരോധം കൊണ്ട് മാഞ്ഞുപോയിരിക്കുന്നു. അമൃതം പോലെ മധുരമായ ഈ അധരരസത്തെ ചൂടേലും നെടുവീർപ്പ് കുടിച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ കണ്ഠത്തിൽ തളം കെട്ടി നിൽക്കുന്ന ബാഷ്പപൂരം മാർത്തടത്തെ അടിക്കടി തുടിപ്പിക്കുന്നു. നിനക്ക് കോപത്തോടാണ് പ്രിയം, നമ്മോടല്ല അല്ലേ? കോപം കൊണ്ട നായികയെ അനുനയിക്കുന്ന നായകന്റെ ചാടുവാക്കുകളിലൂടെ അയത്നസിദ്ധമായ അലങ്കാരത്തിന്റെ ചമത്കാരജനകതയെ ഉദാഹരിക്കുന്നു. കൈത്തളിരിൽ മുഖമണച്ച് നടുവീർപ്പാൽ വറണ്ടിരുന്ന ചുണ്ടുമായി കണ്ണീര് കെട്ടി ഗദ്ഗതം കൊണ്ട് മാറിടം പിടയുംപടി കേഴുന്ന രോഷവതിയായ നായിക പ്രേമോക്തി കൊണ്ട് പ്രസാദം കൊള്ളുമ്പോൾ ഈർഷ്യാവിപ്രലംഭത്തിലെ നിശ്വാസാദ്യനുഭവങ്ങളുടെ ചർവണയിൽ സമാഹിത ചേതസ്സായ സഹൃദയന് അധരരസഹ പ്രിയോ മന്യു നതുവയം എന്നിടങ്ങളിൽ യത്നാന്തരം കൂടാതെ നിഷ്പന്നമാകുന്ന ശ്ലേഷരൂപക വ്യതിരേകങ്ങൾ. അധരരസഹ എന്നുള്ളിടത്ത് നിപീത അധരരസഹ ശ്ലേഷമാണ്. അതുപോലെ പ്രിയോ മന്യുഹു, കോപത്തെ ഇപ്പൊ ഒരു പ്രിയനായിട്ട് രൂപണം ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ശരിക്കും ഈ രൂപണം ചെയ്യാൻ വേണ്ടി, രൂപകാലങ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കവി ഒന്നും ചെയ്യുന്നില്ല. കവി ഒന്നും ചെയ്യുന്നാൽ സഹൃദയന് വളരെ മനോഹരമായിട്ട് അലങ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. അലങ്കാരം പക്ഷെ രസത്തിന്റെ ഭാഗമായിട്ട് അലങ്കാരം അയാൾ അനുഭവിക്കുന്നു. അതായത് ഇവിടെ അധരരസഹ നിപീത എന്ന് പറയുമ്പോൾ ചുണ്ടിന്റെ തുടിപ്പല്ല തുടുപ്പ്, അരുണിമ, അത് നെടുവീർപ്പ് കൊണ്ടുപോയിരിക്കുന്നു. നെടുവീർപ്പ് കൊണ്ട് ചുണ്ടിന്റെ ഒരു പ്രസാദം അല്ലെങ്കിൽ രക്തപ്രസാദം ഇല്ലാതെ അത് വിളറിപ്പോയിരിക്കുന്നു എന്നൊരർത്ഥം. മറ്റൊരർത്ഥം കാമുകൻ അധരപാനം ചെയ്യുന്നത് തന്നെ, ചുംബിക്കുന്നത് തന്നെ. അപ്പൊ അവിടെ ശ്ലേഷമുണ്ട്. അതുപോലെ മഞ്ഞുവിനെ പ്രിയനായിട്ട് ചിത്രീകരിക്കുമ്പോൾ, മഞ്ഞുവില് പ്രിയത്വം ആരോപിക്കുമ്പോൾ രൂപകാലങ്കാരമുണ്ട്. അതുപോലെ തന്നെയാണ് വ്യതിരേകാലങ്കാരം. ഇപ്പോൾ വാസ്തവത്തില് ഇവൾക്ക്
കാമുകനോട് പ്രിയമില്ലായിക്കൊന്നുമില്ല, എന്തോ കാരണം കൊണ്ട് ദേഷ്യമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ കാമുകൻ എന്താ പറയുന്നത്, അല്ലെങ്കിൽ കവി കാമുകനിലൂടെ എന്താ പറയുന്നത്, ഇപ്പൊ എന്നോടല്ല തനിക്ക് ഇഷ്ടം, മനുവിനോടാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ വ്യതിരേകാലങ്കാരമുണ്ട്. അപ്പൊ ഇങ്ങനെ ശ്ലേഷം, രൂപകം, വ്യതിരേകം തുടങ്ങിയ അലങ്കാരങ്ങൾ കവി പോലും അറിയാതെ ഈ രസത്തില് വിപ്രലംഭ ശൃംഗാരം, ഈർഷ്യാ വിപ്രലംഭം നല്ലപോലെ ചിത്രീകരിക്കുക, അത് അനുഭവിപ്പിക്കുക, അത് വായിക്കുക എന്നുള്ളതാണ് കവി ശ്രദ്ധിക്കുന്ന കാര്യം. അതില് അറിയാതെ ഇങ്ങനെ അലങ്കാരങ്ങൾ വരുമ്പോ എന്ത് രസമാണെന്നാണ്. നായികയുടെ കോപം അനൽപമായ അനുനയം കൊണ്ടും അകലാത്തവണ്ണം അടിയുറച്ചതാകാമെന്ന് കാണിക്കുന്നു ശ്ലോകവാക്യങ്ങൾ 4. നിരനുരോധേ എന്ന സംബോധനം ആ കെറുവിന്റെ കൊടുമയെ കുടിയിരുത്താനും പറ്റും. ഇതെല്ലാം വിപ്രയോഗത്തിന് വാചീകരണമാണ്. ഇങ്ങനെ രസോന്മേഷിയായ കവിയുടെ വിഭാവാധിപത്യവസിതമായ വാച്യവാചക ഘടനയിൽ ആത്മനാശകമായ നായികയുടെ അഭിമാനം തന്നെ നായകനോടുള്ള അനുവർത്തനത്തെക്കാൾ മികച്ചു നിന്ന് അലങ്കാരമായി അയത്നം നിഷ്പന്നമാകുമ്പോൾ വിപ്രലംഭ ശൃംഗാരം പുഷ്ടമാകുന്നു. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം കൂടി ദാമോദരൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു സംശയത്തിന് ഒരു മറുപടിയും കൂടി തോന്നിയിട്ടുണ്ട്. അതായത് ആനന്ദവർദ്ധനെ സംബന്ധിച്ചിടത്തോളം രസാഭിധനിയിലെ അലങ്കാരം ബാഹ്യമായിട്ടുള്ള ഘടകം പോലെയൊന്നുമല്ല. മന്തവ്യ ഘടകാധിപത് എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അലങ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാഹ്യമായ ശരീരത്തിൽ നിൽക്കുന്ന വള, മാല, കമ്മൽ പോലെയാണ് അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, രസാഭിധനിയിൽ അലങ്കാരം എന്ന് പറയുന്നത് അത് ആത്മാവിൽ തന്നെ, അവനവനിൽ തന്നെയുള്ള ഒരു അലങ്കാരമാണ്. ഇത് ബാഹ്യമായ ഒരു അലങ്കാരമല്ല. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ അതുണ്ട് എന്നാണ് പറയുന്നത്. ഈ അലങ്കാരങ്ങളെല്ലാം ബാഹ്യാലങ്കാരങ്ങളല്ല, രസത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ദാമോദരൻ കാണിക്കുന്നു. ആനന്ദവർദ്ധൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദാമോദരൻ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ളത്. സ്വന്തം മന്ദസ്മിതം കൊണ്ടെന്ന പോലെ പൈനാപ്പിൾ നീലമാമ്പഴം പോകുന്നുണ്ട്. അതോട്ടെ, ഈ ശബ്ദമൊക്കെ എന്താ ചെയ്യാട്ടെ. അപ്പൊ എന്താ പറയുന്നത്, സ്വന്തം മന്ദസ്മിതം കൊണ്ട് എന്ന പോലെ രസം തന്നെ സ്വസൗന്ദര്യം കൊണ്ട് സ്വയം അലങ്കരിക്കുന്നതായി തോന്നും. അതാണ് ഇവിടെ രസം സ്വയം അലങ്കരിക്കുകയാണ്, കവിയല്ല അലങ്കരിക്കുന്നത്, രസം സ്വയം അലങ്കരിക്കുകയാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ബാഹ്യമായ ഒരു അലങ്കാരമേ അല്ലല്ലോ മന്ദസ്മിതം എന്ന് പറയുന്നത്. ചെറിയൊരു പുഞ്ചിരി, ചിലർക്ക് ചില സമയത്ത് അകത്തുനിന്ന് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള മന്ദസ്മിതം, അത് വല്ലാത്തൊരു അലങ്കാരമാണ്, അത് ബാഹ്യാലങ്കാരം അല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദാമോദരന്റെ ചില ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾ ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ട, കാണേണ്ടതാണ്. ആലോചന എന്നുള്ള പുസ്തകം അല്ല, താല്പര്യമുള്ളവര് കണ്ടതാണ്. രസാംഗത്വേച്ച തസ്യ ലക്ഷണം അപൃഥഗ്യത്ന നിർവർത്യത്വം. അപ്പൊ എങ്ങനെയാ രസാംഗമാവുക അലങ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൃഥഗ്യത്ന നിർവർത്യത്വം എന്ന ധർമ്മമുണ്ടോ എന്നാ രസാംഗമാണോ എന്ന് വിചാരിക്കാം. അതാണ് അതിന്റെ ലക്ഷണം. ലക്ഷണം എന്ന് വെച്ചാൽ അസാധാരണ ധർമ്മം. ഇതി എന്നതുകൊണ്ട് യഹ രസം ബന്ധും അധ്യവസിതസ്യ കവേഹ അലങ്കാരഃ താം വാസനാമത്യൂഹ്യ യത്നാന്തരമാസ്ഥിതസ്യ നിഷ്പദ്യത്തെ സഹ ന രസാംഗം. ഇവിടെ അപൃഥകത്വം നിർവർത്യമായിട്ടുള്ളത് മാത്രമേ രസത്തിൽ അംഗമായ അലങ്കാരമാവുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രസത്തെ ബന്ധനം ചെയ്യുവാൻ, രസത്തെ ചമയ്ക്കുവാൻ ഉരുമ്പിട്ടിരിക്കുന്ന കവിക്ക് താം വാസനാമത്യൂഹ്യ, ആ കവിയുടെ ആ ശ്രദ്ധയെ മറികടന്നുകൊണ്ട് യഹ അലങ്കാര, ഏതെങ്കിലും ഒരു അലങ്കാരം യത്നാന്തരം ആസ്ഥിതസ്യ നിഷ്പദ്യത്തെ, ഏതെങ്കിലും ഒരു അലങ്കാരം കവിയുടെ ശ്രദ്ധയെ പിടിച്ചു വലിക്കുകയാണ്. രസത്തിലുള്ള ശ്രദ്ധയിൽ നിന്നും ഒരു അലങ്കാരം തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിക്കുകയാണെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ കവി മറ്റൊരു അലങ്കാരം ചമയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെന്ന് വന്നാൽ അങ്ങനെയുള്ള അലങ്കാരം സഹ ന രസാംഗം, അങ്ങനെയുള്ളത് രസാംഗമാവില്ല, അലങ്കാരമാവില്ല. രസധ്വനിയില്, രസാധ്വനിയില് അലങ്കാരമാവില്ല
എന്തിനാ ഇതൊക്കെ പറഞ്ഞു വന്നത്? യമകാലങ്കാരം ധ്വന്യാത്മഭൂതമായ ശൃംഗാരത്തിൽ പ്രതിഭാധനായ കവി പോലും ചമക്കരുത് എന്ന് പറയാനാണ്. അപ്പൊ എന്തിനാ അത്, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പീഠികയായിട്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യമകം എന്നുള്ളത് അത് ഒരു സർഗത്തിൽ മുഴുവനും എല്ലാ പദ്യത്തിനും യമകം വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവകമായിട്ട് മനഃപൂർവ്വമായിട്ട് യമകം ഒരാള് ഒരു പ്രബന്ധത്തില് ഏകരൂപമായിട്ട് സന്നിവേശം ചെയ്യുകയാണെങ്കിൽ യത്നാന്തര പരിഗ്രഹ ആപതതി. യമകേച്ച പ്രബന്ധേന ബുദ്ധിപൂർവകം ക്രിയമാണ് നിയമേനൈവ, തീർച്ചയായിട്ടും ഇൻവേരിയബിളി, എല്ലായ്പ്പോഴും എത്തരത്തിലായാലും എങ്ങനെയായാലും തീർച്ചയായിട്ടും യത്നാന്തര പരിഗ്രഹ ആപതതി. ആ യമകം എന്ന അലങ്കാരം ചമയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു എഫർട്ട് വേണം. എന്തുകൊണ്ട്? ശബ്ദവിശേഷാന്വേഷണ രൂപ, ശബ്ദവിശേഷം അന്വേഷിക്കണം. അതായത് ഒരേപോലെയുള്ള ഒരു ശബ്ദം ആവർത്തിച്ച് വരണ്ടേ, പക്ഷെ പദങ്ങൾ വേറെ ആയിരിക്കണം, അർത്ഥം വേറെ ആയിരിക്കണം. അങ്ങനെയുള്ള പദങ്ങൾ അന്വേഷിച്ച് കവി അലയുമ്പോൾ രസത്തിലുള്ള ശ്രദ്ധ പോകും. കവിക്ക് രസത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ സഹൃദയനും ശ്രദ്ധയുണ്ടാവില്ല. കവി ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു യമകം ചമയ്ക്കുമ്പോൾ സഹൃദയനത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടും. അപ്പൊ അതിൽ ശ്രദ്ധിക്കുമ്പോൾ രസത്തിലുള്ള ശ്രദ്ധ പോകും. അലങ്കാരാന്തരേഷ്വപി തത്തുല്യമിതി ചേത്. അതിപ്പോ എല്ലാ അലങ്കാരങ്ങൾക്കും അങ്ങനെയല്ലേ? യമകത്തെ മാത്രം എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നത് നിങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൈവം, അങ്ങനെയല്ലടോ. മറ്റലങ്കാരങ്ങൾ, അതായത് ഇപ്പൊ കാണിച്ച പോലെയുള്ള വ്യതിരേകം, ശ്ലേഷം, രൂപകം തുടങ്ങിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അലങ്കാരാന്തരാണി, മറ്റലങ്കാരങ്ങളാവട്ടെ, അലങ്കാരാന്തരാണി എന്ന് പറഞ്ഞാൽ മറ്റലങ്കാരങ്ങൾ, നിരൂപ്യമാണ് ദുർഘടനാനി അപി. പിന്നീട് നമ്മള് വായനക്കാരൻ ആലോചിച്ച് നോക്കുമ്പോ, അയ്യോ ഇങ്ങനെ ഒരു അലങ്കാരം ഈ കവി ഇവിടെ ചമച്ചത് എന്ന് നമുക്ക് നിരൂപണം ചെയ്യുമ്പോൾ, ആലോചിച്ച് നോക്കുമ്പോൾ ദുർഘടനം ആണ് അവിടെ, എങ്ങനെയാ അത് ഘടിപ്പിച്ചത് എന്ന് നമുക്ക് പിന്നീട് തോന്നാം, വിസ്മയം തോന്നിക്കാം. പക്ഷേ കവിയെ സംബന്ധിച്ചിടത്തോളം രസസമാഹിത ചേതസഹ, രസത്തിൽ സമാധിയായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ടുള്ള കവിക്ക് പ്രതിഭാനവത, പ്രതിഭാധനനാണ്, ഉൾക്കണ്ണ് ഉള്ളവനാണ്, തുറന്ന ഉൾക്കാഴ്ചയുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹം രസത്തിൽ മുഴുകിയിരിക്കെ തന്നെ അദ്ദേഹം വേറൊരു എഫർട്ടും ചെയ്യാതെ അലങ്കാരങ്ങൾ ഇങ്ങോട്ട് വന്ന് കവിയോട് പറയും അത്രേ, ഞാനിതാ ഇവിടെ അലങ്കാരമായി വരാം. അപ്പൊ പ്രതിഭാധനനായ കവിക്ക്, രസത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സോടുകൂടിയ കവിക്ക് കവേഹെ അഹം പൂർവികയാ പരാപതന്തി, ഈ അലങ്കാരാന്തരങ്ങൾ, മറ്റലങ്കാരങ്ങൾ അവ സ്വയം വന്നിട്ട് ഇവിടെ ഞാൻ വരാം എന്ന് തിരക്കി തള്ളി മുന്നോട്ട് വന്ന് ഞാനാദ്യം എന്ന് അലങ്കാരങ്ങൾ എന്നെ വെക്കൂ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു വരും അത്രേ. യഥാ കാദംബരി ദർശനാവസരേ. ശരിക്കും ഇതൊക്കെ ഈ ഉദാഹരണം എടുത്ത് കാണിക്കണം. ഇപ്പൊ ഞാൻ അതിന് ഒരുങ്ങിയിട്ടില്ല, അതിന് ചെയ്താൽ വളരെ നല്ലതാണ്, ഒരുപാട് സമയവും പോകും. പക്ഷെ കാദംബരി എന്ന ബാണഭട്ടന്റെ അതിമനോഹരമായിട്ടുള്ള ഗദ്യകാവ്യത്തില് കാദംബരി എന്ന നായികയെ കാണുമ്പോൾ ആ കാണൽ വർണ്ണിക്കലുണ്ട്. അതിഗംഭീരമാണ് ബാണഭട്ടന്റെ വർണ്ണന. അവിടെയൊക്കെ അയ്യോ എങ്ങനെയൊക്കെ അലങ്കാരങ്ങൾ അവിടെ വന്നതെന്ന് തോന്നും. അത് വാക്കുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ അതിൽ അലങ്കാരങ്ങളൊക്കെ, അത് ബാണഭട്ടനൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല, അലങ്കാരങ്ങൾ അങ്ങനെ വന്നുപോയി, അതാണ്. അപ്പൊ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണ് ആനന്ദവർദ്ധനന്റെ. അതായത് രസത്തിൽ മുഴുകിയിരിക്കുന്ന കവിക്ക്, കവി അറിയാതെ തന്നെ അലങ്കാരങ്ങൾ ഞാൻ മുമ്പേ ഞാനാദ്യം എന്നെ ചമയ്ക്കൂ എന്നെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് തിക്ക് തിരക്കി കവിക്ക് മുമ്പിൽ വന്ന് നിൽക്കും അത്രേ. കവി അറിയാതെ തന്നെ, കവി ഒന്നും ചെയ്യണ്ട, ഇവര് തന്നെ സ്വയം വന്ന് നിൽക്കും എന്നാണ്. അത് കാദംബരി ദർശനാവസരത്തിലുള്ളതുപോലെയും, അതുപോലെ സേതുബന്ധത്തില് യഥാച മായാരാമശിരോ ദർശനേന വിഹ്വലായാം സീതാദേവ്യാം സേതൗ. സേതുബന്ധ കാവ്യത്തില് രാമന്റെ തലയറുത്ത് സീതയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥ രാമന്റെ അല്ല, മായാരാമനാണ്. ഇന്ദ്രജാലം കൊണ്ട് സൃഷ്ടിച്ച കൃത്രിമമായ അറുത്ത രാമന്റെ തല, അത് സീതയെ കൊണ്ട് കാണിക്കുമ്പോൾ സീത ആകെ പരവശയാവുന്നുണ്ട് അത് വിശ്വസിച്ചിട്ട് കുറച്ചു നേരത്തേക്ക്. ആ സമയത്തുള്ള ഒരു വർണ്ണന ഉണ്ടല്ലോ, അവിടെയും യുക്തം ചെയ്തത്,
ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാണ്. യഥ എങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാ സംഭവിക്കുക. ഈ പറയുന്നതിൽ തെറ്റില്ല. ഏതില്? രസത്തിൽ മുഴുകിയിരിക്കുന്ന കവിക്ക് അലങ്കാരങ്ങൾ അദ്ദേഹം തന്നെ അറിയാതെ അത് വാർന്നു വീഴും എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് ശരി എന്ന് ചോദിച്ചാൽ എന്താ യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യതഃ രസാഹ വാച്യവിശേഷൈഹി ഏവ ആക്ഷേപ്തവ്യാഹ. രസം എപ്പോഴും വാച്യാർത്ഥം എന്ന വിഭാവാദികൾ, വിഭാവം, അനുഭാവം, വിചാരിഭാവം ഇതൊക്കെ വാച്യാർത്ഥമായിട്ട് കിട്ടണം. എന്നിട്ട് ആ വാച്യവിശേഷങ്ങളെ കൊണ്ടാണ് രസം ആക്ഷേപം ചെയ്യപ്പെടുന്നത്. വാസ്തവത്തിൽ അലങ്കാരങ്ങളും അങ്ങനെ തന്നെയാണ്. രസം എന്ന് പറയുന്നത് വാച്യവിശേഷങ്ങളാൽ ആക്ഷേപം ചെയ്യപ്പെടുന്നു. അതുപോലെ ആ വാച്യവിശേഷങ്ങളെ പറയുന്ന ശബ്ദങ്ങളാലും ആക്ഷേപിക്കപ്പെടുന്നു. തത്പ്രതിപാദകേശ്ച ശബ്ദൈ. അതായത് രസങ്ങൾ വാച്യവിശേഷങ്ങളാൽ, അർത്ഥവിശേഷങ്ങളാൽ വലിച്ചഴിച്ചു കൊണ്ടുവരപ്പെടുന്നു അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെടുന്നു. അതുപോലെ ആ അർത്ഥവിശേഷങ്ങളെ പറയുന്ന തത്പ്രതിപാദകേശ്ച ശബ്ദൈ രസാഹ ആക്ഷേപ്തവ്യാഹ. അതുപോലെ തന്നെയാണ് തത്പ്രകാശിനഃ വാച്യവിശേഷാഹ ഏവ രൂപകാദയഃ അലങ്കാരാഹ. രൂപകാദികളായിട്ടുള്ള അലങ്കാരങ്ങളും ആ ശബ്ദങ്ങൾ, ഏത് ശബ്ദങ്ങൾ കൊണ്ടാണോ വാച്യവിശേഷങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നത്, ആ വാച്യവിശേഷങ്ങളാൽ രസം ആക്ഷേപിക്കപ്പെടുന്നത്, ആ ശബ്ദങ്ങളാൽ തന്നെ പ്രകാശിപ്പിക്കപ്പെടുന്ന അർത്ഥവിശേഷങ്ങളാണ് രൂപകാദ്യ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ വിഭാവാനുഭാവ വ്യഭിചാരികളാണ് രസത്തെ കൊണ്ടുവരുന്നത്. വിഭാവാനുഭാവ വ്യഭിചാരികൾ അവിടെ നിന്ന് കിട്ടി? ശബ്ദങ്ങളിൽ നിന്ന് കിട്ടി. അപ്പൊ ശബ്ദങ്ങളിൽ നിന്നും കിട്ടുന്ന വാച്യവിശേഷങ്ങൾ ആണല്ലോ രസങ്ങളെ തരുന്നത്. അതേ ശബ്ദവിശേഷങ്ങൾ പ്രകാശിപ്പിക്കുന്ന, വായിച്ചു തരുന്ന വാച്യവിശേഷങ്ങളാണ്, അർത്ഥവിശേഷങ്ങളാണ് രൂപകാദ്യ അലങ്കാരങ്ങൾ. അപ്പൊ രസത്തിന് വേണ്ടിയിട്ട് കവി ഈ ശബ്ദത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, ശബ്ദത്തിലും അർത്ഥത്തിലും ശ്രദ്ധിക്കുമ്പോൾ കവി അറിയാതെ തന്നെ മനോഹരമായിട്ടുള്ള വാച്യവിശേഷങ്ങൾ വന്നു വീഴും. വാച്യവിശേഷമാണ് അലങ്കാരം എന്ന് പറയുന്നത്, രൂപകാദ്യ അലങ്കാരം. തസ്മാത് ന തേഷാം ബഹിരംഗത്വം രസാഭിവ്യക്തവും. രസത്തെ അഭിവ്യക്തമാക്കുന്നതിൽ അവയൊന്നും ഒരു ബാഹ്യമായിട്ടുള്ള അംഗമല്ല, ബഹിരംഗമല്ല, അന്തരംഗങ്ങളാണ് ഈ അലങ്കാരങ്ങൾ. അതാണ് അലങ്കാരങ്ങൾ. രസാധ്യധനിയിലെ അലങ്കാരങ്ങൾ എങ്ങനെയാണ്? അന്തരംഗങ്ങളാണ്. ദാമോദരൻ പറഞ്ഞ പോലെ സുന്ദരമായ ചിരി, മന്ദസ്മിതം, വല്ലാതെ അഴക് കൂട്ടും പേഴ്സണാലിറ്റിക്ക്. പക്ഷെ അത് ശരീരത്തിലുള്ള ബാഹ്യമായ അലങ്കാരമാണോ മന്ദസ്മിതം? അല്ലേ അല്ല, അത് അന്തരംഗമാണ്. അതുപോലെ അന്തരംഗങ്ങളാണ് ഈ രൂപകാദ്യ അലങ്കാരങ്ങൾ രസാധ്യധനിയിൽ. ഇത് യമകമല്ലാത്ത സാധാരണ അലങ്കാരങ്ങളുടെ കാര്യത്തില്. പക്ഷെ യമകത്തിലോ യമക ദുഷ്കരമാർഗേഷു തത് സ്ഥിതമേവാ. യമകം പോലെയുള്ള ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളുടെ വഴിയിൽ തത് സ്ഥിതമേവാ, ബഹിരംഗത്വം, അത് രസത്തിന് പുറത്താണ് നിൽക്കുക, രസത്തിന്റെ അകത്തല്ല. കാരണം അതിന് വേറെ എഫർട്ടാണ്. അതുകൊണ്ട് അത് ബഹിരംഗത്വം സ്ഥിതമേവ. തത് സ്ഥിതമേവ എന്ന് പറഞ്ഞാൽ ബഹിരംഗത്വം സ്ഥിതമേവ. അപ്പോ ചോദിക്കാണ്, ചില കവിതകളൊക്കെ യമകമുള്ള നല്ല രസികൻ കവിതകൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ അവിടെയൊക്കെ ബഹിരംഗത്വമാണോ അന്തരംഗത്വമാണോ എന്ന് ചോദിച്ചാൽ യത്തു രസവന്തി കാണിച്ചിട്ട് യമകാദീനി ദൃശ്യന്തേ. നല്ല രസമുള്ള യമകാലങ്കാരങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, കാണുന്നുണ്ട്. നല്ല രസധ്വനി പ്രധാനമായിട്ടുള്ള കവിതകളിൽ ചിലപ്പോൾ യമകം കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വാസ്തവത്തിൽ രസമല്ല പ്രധാനമായി നിൽക്കുന്നത്, അങ്കിയായി നിൽക്കുന്നത്. യമകമാണ് അങ്കിയായി നിൽക്കുന്നത്. രസാദി അവിടെ ഒന്ന് മങ്ങി നിൽക്കും, രസാദി അംഗമായി നിൽക്കും. തത്ര രസാദീനാം അംഗത യമകാദീനാം തു അങ്കിതൈവ. അതുകൊണ്ട് രസധ്വനി പ്രധാനമായിട്ടുള്ള, ശൃംഗാര രസധ്വനി പ്രധാനമായിട്ടുള്ള കവിതയിൽ യമകൻ ചമയ്ക്കരുത്. ചമച്ചാൽ അത് അങ്കിയായി പോകും, ശ്രദ്ധ അതിലാവും, രസം അന്ധരീഭവിക്കും. അപ്പൊ രസാഭാസത്തിലോ എന്ന് ചോദിച്ചാൽ രസാഭാസത്തിൽ ആയിക്കോട്ടെ വിരോധമൊന്നുമില്ല. രസാഭാസം എന്ന് വെച്ചാൽ അനുചിതമായ രസമാണ്. രസം പോലെ തോന്നും, രസമല്ലത്. രസം പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് രസമല്ല. എന്തെങ്കിലും ഒരു അനൗചിത്യം കാണാം, അതിനെയാണ് രസാഭാസം എന്ന് പറയുന്നത്. രസാഭാസത്തിൽ യമകമൊക്കെ വെച്ചോളൂ. രസാഭാസത്തിന്റെ അംഗമായിട്ട് യമകം വരാം.
രസത്തിന്റെ അംഗമായിട്ട് യമകം വന്നുകൂടാ. രസാഭാസേച്ച അംഗത്വമപി അവിരുദ്ധം. അങ്കിതയാതു വ്യംഗ്യരസേനാംഗത്വം പൃഥക് യത്ന നിർവർത്യത്വാത് യമകാദേഹ്. രസം വ്യംഗ്യമായിരിക്കുമ്പോൾ, അങ്കിയായ രസം വ്യംഗ്യമായിരിക്കുമ്പോൾ യമകാദി ഒരിക്കലും അംഗമാവരുത്. എന്തുകൊണ്ടാണ്? യമകത്തിന് വേറിട്ടൊരു പ്രയത്നം വേണം, അതിനെ നിർവർത്തനം ചെയ്യാൻ, അതിനെ വാച്ചെടുക്കുവാൻ. അതുകൊണ്ട് യമകം വയ്ക്കരുത്. ഈ കാര്യങ്ങളാണ് സംഗ്രഹ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീവാർത്ഥസ്യ സംഗ്രഹ ശ്ലോകാഹ രസവന്തി ഹി വസ്തൂനി സാലങ്കാരാണി കാനിച്ചിത് ഏകേനൈവ പ്രയത്നേന നിർവർത്യന്തെ മഹാകവേഹേ. മഹാകവികൾക്ക് സാലങ്കാരാണി വസ്തൂനി ഏകേന പ്രയത്നേന ഏവ നിർവർത്യന്തെ. രസവത്തായിരിക്കുന്ന കാവ്യപ്രമേയം, വസ്തു എന്ന് വെച്ചാൽ കാവ്യപ്രമേയം, രസവത്വം എന്ന് വെച്ചാൽ രസമുള്ളത്. രസഹ അസ്യാസ്തീതി രസവത്. അതിന്റെ ബഹുവചനമാണ് രസഹ യേഷാം സന്തീതി രസവന്തി. രസവത്ത് രസമുള്ളത്, രസവന്തി രസമുള്ളവ. രസവാങ്കി എന്നൊരു കറിയുണ്ട്, നിങ്ങൾ അറിയുമോ എന്നറിയില്ല. രസവാങ്കി, രസകാളൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭക്ഷ്യവിശേഷമാണ് രസവാങ്കി. അപ്പൊ ഇത് രസവാങ്കി ഒന്നും അല്ല. രസവന്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? രസമുള്ളവ. ഏതുപോലെ ജഗന്തി എന്നൊരു പദമുണ്ട്. ജഗത്, ജഗതി, ജഗന്തി. ജഗത്ത് ഒരു ജഗത്ത്, ഒരു ലോകം. ജഗന്തി ലോകങ്ങൾ. അതുപോലെ രസവന്തി രസമുള്ളവ പലത്, ബഹുവചനം. രസവത്ത് രസവതി, രസവന്തി. അപ്പൊ രസവന്തി വസ്തുവിന്, രസമുള്ള പ്രമേയങ്ങൾ എങ്ങനെ? സാലങ്കാരാണ്, അലങ്കാരത്തോടു കൂടിയ. അപ്പൊ രസം പ്രധാനമായിട്ടുള്ള കവിതകൾ, അതിൽ അലങ്കാരം ഉണ്ടാവും. ആ അലങ്കാരങ്ങളൊക്കെ, ആ രസവും അലങ്കാരവും ഒരേ പ്രയത്നം കൊണ്ടാണ് മഹാകവിക്ക് നിർവർത്തനം ചെയ്യപ്പെടുന്നത്, ചമയ്ക്കപ്പെടുന്നത്, ഉണ്ടാക്കപ്പെടുന്നത്. അപ്പൊ രസാദ്യലങ്കാരങ്ങളിലെ അലങ്കാരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കവിതകൾ, മനോഹരമായിട്ടുള്ള കവിതകൾ ധാരാളം ഉണ്ട്. അവിടെ അലങ്കാരങ്ങളും രസങ്ങളും ഒരേ പ്രയത്നം കൊണ്ട്, രസം ചമയ്ക്കാനുള്ള പ്രയത്നം അതുകൊണ്ട് മാത്രമാണ് അലങ്കാരങ്ങളും അവിടെ നിർവർത്തനം ചെയ്യപ്പെടുന്നത്, ചമയ്ക്കപ്പെടുന്നത്. ആരുടെ കാര്യത്തില്? മഹാകവിയുടെ കാര്യത്തിൽ. അപ്പൊ മഹാകവേഹേ ഏകേന ഏവ പ്രയത്നേന കാനിചിത് സാലങ്കാരാണി രസവന്തി വസ്തൂനി നിർവർത്യന്തെ ഹി എന്നാണ് ഈ പദ്യത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അന്വയം. യമകത്തിന്റെ കാര്യത്തിലോ യമകാദിനിബന്ധേതു, യമകം മുതലായ ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾ ചമയ്ക്കാൻ പൃഥക് യത്ന അസ്യ ജായത്തെ, കവിക്ക് പൃഥക്കായിട്ടുള്ള ഒരു യത്നം ഉണ്ടാവും. അതുകൊണ്ട് തസ്മാത് ശക്തസ്യാപി രസേ അംഗത്വം യേഷാം ന വിദ്യത്തെ. യേഷാം, ഈ യമകം പോലെയുള്ള ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾക്ക് ശക്തസ്യ അപി കവേഹ, പ്രതിഭാധനനായ, ശക്തൻ എന്ന് വെച്ചാൽ നല്ല പവർ മാൾട്ട് ഉള്ള, ഹൗസ് പവർ ഉള്ള, പവർ അല്ല. ശക്തൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ. ശക്തി എന്ന് വെച്ചാൽ പ്രതിഭ. പ്രതിഭ എന്ന് വെച്ചാൽ അപൂർവത സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഉൾക്കാഴ്ചയുള്ളവൻ, ശിവന്റെ മൂന്നാം കണ്ണുള്ളവൻ അർത്ഥം. പ്രതിഭയാണ് ശക്തി, അതുള്ളവൻ ശക്തൻ. ശക്തനായ കവിക്ക് പോലും യേഷാം, ഈ യമകാദി ദുഷ്കരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾക്ക് രസേ, രസത്തിന്റെ വിഷയത്തിൽ അംഗത്വം ന വിദ്യത്തെ, അംഗമായി വന്നുകൂടാ. രസത്തിന് അലങ്കാരമായി, രസധ്വനിയില് യമകാദ്യ അലങ്കാരങ്ങൾ അലങ്കാരമായി വന്നുകൂടാ, അംഗമായി വന്നുകൂടാ. വന്നാൽ ആകെ അബദ്ധമാണ്, രസം പാളിപ്പോകും. ഇപ്പൊ രസത്തിൽ അങ്ങനെയാണ്. രസാഭാസത്തിലോ അത് കുഴപ്പമൊന്നുമില്ല. രസാഭാസ അംഗഭാവസ്തു യമകാദേഹ ന വാര്യതേ. രസാഭാസം ആണ് പ്രതിപാദ്യമെങ്കിൽ രസമല്ല, രസം പോലെ തോന്നും, രസമല്ല. അങ്ങനെയാണ് രസാഭാസം എന്ന് പറയുന്നത്. അവിടെ യമകം അംഗമായിട്ട് വരാം. പക്ഷെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയട്ടെ, ധ്വന്യാത്മഭൂതേ ശൃംഗാരേ, ശൃംഗാരരസം ധ്വനിയുടെ ആത്മാവായിട്ട് അങ്കിയായിട്ട് പരിലസിക്കുന്ന സ്ഥലത്ത് യമകാദീനാം, യമകാദ്യ അലങ്കാരങ്ങൾക്ക് അംഗത, അംഗമാവുക എന്നത് ന ഉപപദ്ധ്യത. ഒരിക്കലും അംഗമാവരുത്, അംഗമാവില്ല. അംഗമായാൽ അപകടമാണ്. ശൃംഗാര രസങ്ങൾ
അത് മുങ്ങിപ്പോവും, അത് പാളിപ്പോവും. അതുകൊണ്ട് അപ്പൊ ഇത് ഈ 3 പദ്യങ്ങൾ, ഈ പരികര ശ്ലോകങ്ങളൊക്കെ ചുരുക്കി പറയുന്ന കാര്യങ്ങളാണ്. ഇതുവരെ പറഞ്ഞ കാര്യത്തെ ചുരുക്കി പറയുന്നവയാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം നമുക്കുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാവണം. മനസ്സിലായാലുള്ളൊരു സുഖം പരീക്ഷയ്ക്ക് തോറ്റാലും ഈ സുഖം എവിടെയും പോവില്ല. പരീക്ഷ ജയിക്കുക എന്നുള്ളത് അത് വെറും ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്. ശരി, പോട്ടെ. ഇതാനും ധ്വന്യാത്മഭൂതസ്യ ശൃംഗാരസ്യ വ്യഞ്ജക അലങ്കാരവർഗ ആഖ്യായതേ. ഇപ്പോ ശൃംഗാരം അങ്കിയായ ധ്വനിയായി വരുന്ന രസാദിധ്വനിയിൽ എന്നുവെച്ചാൽ രസാദിധ്വനിയില്, ശൃംഗാര രസധ്വനിയില്, ശൃംഗാരം എന്ന് പറഞ്ഞില്ലെങ്കിലും വേണ്ട, രസാദിധ്വനിയില് അലങ്കാരവർഗ കഥം വ്യഞ്ജക ഭവതി ഇത് ആഖ്യായതേ. അലങ്കാരങ്ങൾ, അലങ്കാരങ്ങൾ എന്ന് വെച്ചാൽ രൂപകാദ്യ അലങ്കാരങ്ങൾ, രൂപകം, ഉപമ, അർത്ഥാന്തരന്യാസം തുടങ്ങിയിട്ടുള്ള അർത്ഥാലങ്കാരങ്ങൾ എങ്ങനെയാണ് വ്യഞ്ജകമാവുക, എങ്ങനെയാണ് അലങ്കാരമാവുക. അലങ്കാരം എന്ന് വെച്ചാൽ എന്താവണം? രസത്തെ പ്രകാശിപ്പിക്കുന്നവയെ മാത്രമേ അലങ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊന്നാണോ വ്യക്തിത്വത്തിന് ഒരു ഒരു ശോഭ കൂട്ടിക്കൊടുക്കുന്നത് അതിനെ മാത്രമേ അലങ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശൃംഗാര രസപ്രധാന രസധ്വനിയിൽ എപ്പോഴാണ് രൂപകാദികൾ അലങ്കാരങ്ങളായി മാറുന്നത് എന്നുള്ളത് പറയാമെന്നാണ്. ധ്വന്യാത്മഭൂതേ ശൃംഗാരേ സമീക്ഷ വിനിവേശിത രൂപകാദി അലങ്കാരവർഗ ഏതി യഥാർത്ഥത. സമീക്ഷ വിനിവേശിത, നല്ലപോലെ പരീക്ഷിച്ചിട്ട് പ്രയോഗിച്ച, ചമച്ചിരിക്കുന്ന, സന്നിവേശം ചെയ്യപ്പെട്ടിരിക്കുന്ന രൂപകാദി അലങ്കാരവർഗ, രൂപകം മുതലായ വാച്യാലങ്കാരങ്ങൾ ഇവിടെ ധ്വന്യാത്മഭൂതേ ശൃംഗാരേ വിനിവേശിത, ധ്വന്യാത്മഭൂതമായിരിക്കുന്ന ശൃംഗാരരസത്തിൽ നല്ലപോലെ സമീക്ഷ ചെയ്ത് വിനിവേശം ചെയ്യപ്പെട്ടിരിക്കുന്ന രൂപകാദ്യ അലങ്കാരങ്ങൾ യഥാർത്ഥതാം ഏതി, സാർത്ഥകമാകുന്നു. സാർത്ഥകമാകുക എന്ന് വെച്ചാൽ അലങ്കാരം എന്നുള്ള വാക്കുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നു. അലങ്കാരം എന്ന് വെച്ചാൽ അഴക് കൂട്ടുക എന്നതാണ്. അപ്പൊ യഥാർത്ഥമായി അലങ്കാരമാവണമെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് വിനിവേശിക്കണം. എവിടെ? രസാദിധ്വനിയിൽ. അലങ്കാരം എന്ന് വെച്ചാൽ എന്താ? അലങ്കാരോഹി ബാഹ്യാലങ്കാര സാമ്യാത്ത് അങ്കിനഃ ചാരുത്വഹേതു ഉച്യതേ. അലങ്കാരം എന്ന് പറഞ്ഞാൽ അങ്കിയുടെ അഴക് കൂട്ടുന്നതിനാണ്. അങ്കി എന്ന് വെച്ചാൽ പ്രധാനമായത് അംഗത്തിലിരിക്കുക, കയ്യിലിരിക്കും, വിരലിലിരിക്കും മോതിരം. പക്ഷെ വിരലിലിരുന്നു കൊണ്ട് വിരലിനും തദ്വാര, കൈക്കും തദ്വാര, ശരീരത്തിനും തദ്വാര ആ വ്യക്തിക്കും അഴക് കൊടുക്കണം. അപ്പൊ പാര്യന്തികമായിട്ട് അങ്കിക്കാണ് അഴക് കൊടുക്കുന്നത് അലങ്കാരം, ബാഹ്യാലങ്കാരങ്ങൾ. അതുപോലെയാണ് കവിതയിലും അലങ്കാരങ്ങൾ അങ്കിക്ക് അഴക് കൊടുക്കുന്നവയെ മാത്രമേ, അങ്കിക്ക് ചാരുത്വഹേതുക്കളായിരിക്കുന്നവയെ മാത്രമേ അലങ്കാരം എന്ന് പറഞ്ഞുള്ളൂ. അങ്കിനഃ ചാരുത്വഹേതു അലങ്കാരഃ ഉച്യതേ. വാച്യാലങ്കാരവർഗശ്ച, വാച്യാലങ്കാരം എന്ന് വെച്ചാൽ അർത്ഥാലങ്കാരങ്ങൾ. അനുപ്രാസമയാകുമ്പോൾ അതിൻ്റെ ശബ്ദാലങ്കാരങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അർത്ഥാലങ്കാരങ്ങളുടെ കാര്യത്തിൽ എത്ര അർത്ഥാലങ്കാരങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കുറേയധികം അർത്ഥാലങ്കാരങ്ങൾ, രൂപകം തുടങ്ങിയ അർത്ഥാലങ്കാരങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. യാവാനു ഉക്ത, എത്രയും അലങ്കാരങ്ങളാണോ പറയപ്പെട്ടിട്ടുള്ളത്, വക്ഷ്യതേച്ച കൈശ്ചിത്, ഇനിയും ചിലർ പുതിയ പുതിയ അലങ്കാരങ്ങൾ ചിലപ്പോൾ പറയും ആയിരിക്കും. അങ്ങനെ പറയാൻ പോകുന്ന അലങ്കാരങ്ങളും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അലങ്കാരങ്ങൾ അനന്തങ്ങളാണ്. അലങ്കാരാണ് അനന്തത്വ. അപ്പൊ ഇതുവരെ പറയപ്പെട്ടതും ഇനി പറയപ്പെടാൻ പോകുന്നതുമായിട്ടുള്ള സർവോപി എല്ലാ രൂപകാദ്യ അലങ്കാരങ്ങളും യതി സമീക്ഷ്യ വിനിവേശ്യതേ, സൂക്ഷിച്ച് പരീക്ഷിച്ച് വേണ്ടതുപോലെ ആലോചിച്ച് സന്നിവേശം ചെയ്താൽ തത് തർഹി, അങ്ങനെയാണെങ്കിൽ, തത് എന്നുള്ളതിന് എന്താർത്ഥം? തർഹി, അങ്ങനെയാണെങ്കിൽ അലക്ഷ്യക്രമവ്യംഗ്യസ്യ ധ്വനേഹ, അലക്ഷ്യക്രമവ്യംഗ്യസ്യ രസാദിധ്വനേഹ അങ്കിനഃ, അങ്കിയായിരിക്കുന്ന രസാദിധ്വനിക്ക് എല്ലാ ധ്വനിപ്രകാരത്തിനും സർവസൈവ ചാരുത്വഹേതു നിഷ്പദ്യതേ, യഥാർത്ഥത്തിൽ അഴക് കൂട്ടുന്നവയാകും. അപ്പൊ ഉപമാദ്യലങ്കാരങ്ങൾ എത്ര അലങ്കാരങ്ങളുണ്ടോ, ഇനി എത്ര അലങ്കാരങ്ങൾ പറയാപ്പെടാൻ പോകുന്നുണ്ടോ, അവയൊക്കെ തന്നെ രസാദിധ്വനിയിൽ അലങ്കാരമാവണമെങ്കിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വെച്ചാൽ അവ വെറും അലങ്കാരമല്ല അലങ്കാരമാവും. വെറും അലങ്കാരമല്ല അലങ്കാരമാവും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരം എന്ന് പറഞ്ഞാൽ കമലാനി കമലാനി എന്ന് പറഞ്ഞ പോലെയാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ അഴകു കൂട്ടേണ്ടവ അലങ്കാരമോ എന്ന് പറഞ്ഞ രണ്ടാമത്തെ അലങ്കാരമോ അഴകു കൂട്ടുന്നവ. അഴകു കൂട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളെയാണോ ആണല്ലോ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അത് ചിലവയെ ചിലപ്പോഴേ ചിലർക്ക് മാത്രമേ ചില സമയത്ത് മാത്രമേ അഴകു കൂട്ടുള്ളൂ. അപ്പോഴേ അതിനെ അലങ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഏഷാചാസ്യ വിനിവേശന സമീക്ഷ. എന്താണ് സമീക്ഷാ പ്രകാരം അലങ്കാരങ്ങളെ ചമയ്ക്കുന്നതിൽ ചോദിച്ചാൽ വിവക്ഷാ തത്പരത്വേന നാങ്കിത്വേന കഥാചന കാലേത ഗ്രഹണത്യാഗോ നാതി നിർവഹണ ഇഷിത നിർവ്യൂഢാമപി ച അംഗത്വേ യത്നേന പ്രത്യവേക്ഷണം രൂപകാദേഹ അലങ്കാരവർഗസ്യ അംഗത്വസാധനം. രൂപകാദേഹ അലങ്കാരവർഗസ്യ, രൂപകം മുതലായ അലങ്കാരവർഗത്തിന് അംഗത്വസാധനം, അംഗത്വത്തെ ഉണ്ടാക്കി കൊടുക്കുന്നവ ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ്? ഒന്ന് തത്പരത്വേന വിവക്ഷ, രസാധിപരത്വേന വിവക്ഷ. രണ്ട് കദാചന ന അങ്കിത്വേന, ന കദാചന അങ്കിത്വേന, ഒരിക്കലും അങ്കിയായി പോവരുത്. അങ്കിയായിക എന്ന് വെച്ചാൽ അലങ്കാരം പ്രധാനമായി പോവരുത്. നമ്മളുടെയൊക്കെ അങ്ങനെയാണ് കഥ. നമ്മളൊക്കെ അലങ്കാരം നമ്മളെക്കാളും അതിന് അഴകു കൂടും. അപ്പൊ എല്ലാവരും അതിനെയാണ് ശ്രദ്ധിക്കുക, നമ്മളെയല്ല. അപ്പൊ അലങ്കാരമാണെങ്കിൽ അത് പരമപ്രധാനമാവരുത്, ശ്രദ്ധാകേന്ദ്രമാവരുത്. നമ്മളുടെ അഴകു കൂട്ടാനാണ് നമ്മൾ അലങ്കാരം വെക്കുന്നത്, അല്ലാതെ അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല. അത് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തേത് കാലേ ഗ്രഹണം, ഉചിത സമയേ സ്വീകാര. 4 കാലേ ത്യാഗ, ഉചിത സമയത്തിന് കളയണം. ചിലപ്പോൾ ചിലതിനെയൊക്കെ നമ്മളുടെ തന്നെ ആണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും കളയേണ്ടി വരും. വിഷവൃക്ഷോപി സംവർദ്ധ്യ സ്വയം ചേർത്തും അസാമ്പ്രതം. അങ്ങനെയുണ്ട്. വിഷവൃക്ഷോപി സംവർദ്ധ്യ സ്വയം ചേർത്തും അസാമ്പ്രതം. നമ്മൾ നട്ട് നനച്ച് വളർത്തിയ ഒരു വൃക്ഷം, അത് അതിൽ മുഴുവൻ വിഷമാണ്, ഫലങ്ങളെല്ലാം വിഷമാണ്. ആരെങ്കിലും അത് കഴിച്ചാൽ മരിച്ചു പോകും. അപ്പോൾ ഞാൻ നട്ട് വളർത്തിയതല്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു മമത അതിനോടുണ്ടാവും. പക്ഷെ അതിനെ വെട്ടിക്കളയരുത്, വിഷവൃക്ഷമായാലും വെട്ടിക്കളയരുത് എന്നാണ് കവി പറയുന്നത്. പക്ഷെ ചില സമയത്ത് അങ്ങനെയല്ല, അത് വെട്ടിക്കളയുക തന്നെ വേണ്ടി വരും എന്നാണ്. വെട്ടിക്കളയുക തന്നെ വേണ്ടി വരും. അതിനൊരു ചൊല്ലുണ്ട്, അതും കൂടി കാണിച്ചു തരാം. സർവവും ഉപേക്ഷിച്ചും ആത്മാവെ രക്ഷിക്കണം. അങ്ങനെയുണ്ട്. ആത്മാരക്ഷ പ്രയത്നേന. നമ്മൾ അറിയാതെ ഈ വിഷവൃക്ഷം നട്ട് വളർത്തിയാൽ നമ്മളെ തന്നെയാണ് ആദ്യം അത് കൊല്ലുക. അതുകൊണ്ട് പുത്രനാണെങ്കിൽ പോലും, നമ്മൾ നട്ട് നനച്ച് വളർത്തിയ സംഭവമാണെങ്കിൽ പോലും, നമ്മൾ പോറ്റി വളർത്തിയ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അത് സംഹാരകമാണ്, അത് സർവോപദ്രവകാരിയാണ് എന്ന് അറിഞ്ഞ മാത്രയിൽ ഇതിനെ കൊല്ലണം. അതുപോലെ അലങ്കാരം നമ്മൾ തുടങ്ങി വെച്ച അലങ്കാരമാണ്, തുടങ്ങി വെച്ച് അത് മുഴുവനാവാറായി, കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടി പോയാൽ മുഴുവനാവും. പക്ഷെ ചിലപ്പോ ചില സമയത്ത് അങ്ങനെ 99.99% മുഴുവനാക്കിയ അലങ്കാരത്തെ അവസാന നിമിഷത്തില് കൊന്നുകളയണം, അതിനെ ത്യജിക്കണം, അതിനെ വിടണം. അപ്പോൾ വല്ലാത്ത അഴകു കൂടും. അപ്പൊ ഉചിത സമയത്ത് അതിനെ ത്യജിക്കാനും മടിക്കരുത്. അതാണ് കാലേ ത്യാഗ. 5 അതിനിർവഹണേഷിത, നിർവഹണത്തില് മുഴുവനാക്കുന്നതില് അത്യേഷിത ന, അതിയായ ആഗ്രഹം, അതിയായ നിർബന്ധം. അതായത് അലങ്കാരത്തെ മുഴുവനാക്കുന്നതില് അതിയായ നിർബന്ധം പാടില്ല. ഏതായാലും ഇത്രയും ആയില്ലേ, ഇത് കളഞ്ഞാൽ നല്ലൊരു അലങ്കാരമാവും, പക്ഷെ ഇതുവരെ കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ച മുഴുവനാക്കാനുള്ള ഒരു സാക്ഷ്യം, നിർബന്ധം, അത് പാടില്ല. 6ാമത്തത് നിർവ്യൂഢവും അപ്പി, നിർവ്യൂഢവും അത് മുഴുവനാക്കിയാലും, നിർവ്യൂഢി മുഴുവനാക്കൽ, നിർവ്യൂഢവും അപ്പി അലങ്കാരം മുഴുവനാക്കിയാലും യത്നേന അംഗത്വേ പ്രത്യവേക്ഷണം. ആദ്യം പറഞ്ഞത് തന്നെയാണ്, അങ്കിയായി പോരുത് എന്ന് പറഞ്ഞില്ലേ അലങ്കാരം. അംഗമായി മാത്രം നിലനിർത്താൻ നല്ലപോലെ ശ്രദ്ധിക്കണം. പലർക്കും പറ്റുന്നതാണ്, നമുക്കൊക്കെ പറ്റുന്നതാണ്. നമ്മൾ വല്ല കാര്യമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം വരുമ്പോൾ അത് കൂടുതൽ പറയും. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എവിടെയാണോ ഊന്നൽ കൊടുക്കേണ്ടത് അത് പാളിപ്പോകും.
നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ കൂട്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു സംഭവമോ അത്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ കൂട്ടുപിടിച്ച കാര്യത്തിന് പ്രാധാന്യം കൂടിപ്പോവും. അപ്പൊ നമ്മൾ എവിടെയാണോ ഊന്നൽ കൊടുക്കണം എന്ന് വിചാരിച്ചത് അവിടെ ഊന്നൽ കിട്ടുകയുമില്ല. അതുകൊണ്ട് അലങ്കാരം എപ്പോഴും അംഗമാവണം, അങ്കിയാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് നിർവഹണം ചെയ്താൽ തന്നെയും നിർവ്യൂഢൗ അപി അംഗത്വേ യത്നേന പ്രത്യവേക്ഷണം. ഇതാണ് രൂപകാദേഹ അലങ്കാരവർഗസ്യ. ഈ ആറെണ്ണമാണ് രൂപകാദിയായിരിക്കുന്ന അലങ്കാരവർഗത്തിന് രസാദിധ്വനിയിൽ അംഗത്വത്തെ കൈവരുത്തുന്നത്. അംഗത്വ സാധനം ഓരോന്നായിട്ട് പറയാണ്. രസബന്ധേഷു അത്യാദൃതമനാഹ കവി യം അലങ്കാരം തദംഗതയാ വിവക്ഷതി. രസബന്ധത്തില് വല്ലാത്ത ശ്രദ്ധ അതിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ പിന്നിൽ വന്ന് രാജാവ് കഴുത്തിൽ വെട്ടിയാലും കവിക്ക് അറിയില്ല, കാരണം കവി ഇതിൽ മുഴുകിയിരിക്കുക. അതുകൊണ്ട് രസബന്ധേഷു അത്യാദൃതമനാഹ കവി യം അലങ്കാരം തദംഗതയാ വിവക്ഷതി. രസാദിക്ക് അംഗമായിട്ട്, അതായത് രസാദി പരമായിട്ട്, രസാദിക്ക് വേണ്ടി മാത്രം അലങ്കാരം, ഒരുപക്ഷെ കവി തന്നെ അറിയാതെ വന്നു പോകുന്ന അലങ്കാരം, അതാണ് ശരിക്ക് അലങ്കാരമാവുക. എന്ന് വെച്ചാൽ ഒന്നാമത്തെ എന്താണ്, രസാദിപരമായിരിക്കണം അലങ്കാരത്തിന്റെ വിവക്ഷ. അത് ഇതിനാണ് അഭിജ്ഞാനശാകുന്തളത്തിൽ നിന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള പദ്യം. എന്താണ് ചലാപാങ്കാം ദൃഷ്ടി എന്നുള്ളത്? പണ്ടേ കൺകോണ് ഇളകി ആകെ വിറകൊണ്ട പ്രിയയുടെ മിഴിയെ നീ പലകുറി ചെന്നു തൊടുന്നുവല്ലോ. എന്തോ രഹസ്യം പറയും മട്ടിൽ നീ കാതിനരികത്തെത്തി തട്ടി മന്ദമധുരമായി മുരളുകയും ചെയ്യുന്നു. കരലതകൾ ഇളക്കി തടുത്തിട്ടും രതിസർവസ്വമായ അധര അമൃതത്തെ നീ നുകരുന്നു. ഇങ്ങനെ നീ തന്നെ സുഹൃതി. വാസ്തവം ആലോചിച്ചാൽ ആശാഭരം കൊണ്ട് ആയാസത്തിന് മാത്രം പാത്രമായ ഞാൻ ഭാഗ്യഹീനനുമത്രേ. ദുഷ്യന്തൻ പറയാണ്, ശകുന്തളയെ പണ്ട് ആക്രമിക്കുമ്പോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നീ ചെയ്യുന്നുവല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എനിക്ക് കിട്ടുമോ, തടസ്സങ്ങൾ ഉണ്ടാവുമോ, എനിക്ക് ഇവിടെ കിട്ടുമോ എന്നുള്ള ആലോചനയിലാണ്. എങ്ങനെ അവളെ നേടാൻ കഴിയും, എന്തൊക്കെയായിരിക്കും തടസ്സങ്ങള്, ഇവൾ പ്രാപ്തി തന്നെയാണോ എന്നുള്ള തത്വം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വയം തത്വാന്വേഷാത് മധുകര ഹതാഹ. ഞാൻ എന്താ മുടിഞ്ഞിരിക്കുന്നു, ഞാൻ ഭാഗ്യം കെട്ടവനാണ്, നീ അതിഭാഗ്യവാനാണ്. കാരണം ഏതൊരു കാമകനും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ഇതാ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ പൊട്ടിമുടക്കുന്ന ശൃംഗാരം ആണ് പ്രകൃത രസം. ശകുന്തളയെ കണ്ടിട്ട് കൊതി കൊണ്ടിരിക്കുകയാണ് ഈ കൊതിയനായിട്ടുള്ള ദുഷ്യന്തന്. ഭോഗത്തിനുള്ള ഇച്ഛ അതിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക. അപ്പൊ അതിനനുഗുണമായിട്ടാണ് ഇവിടെ സ്വഭാവോക്തി എന്നുള്ള ഒരു അലങ്കാരം. വാസ്തവത്തിൽ ഇവിടെ ബണ്ട് ചെയ്യുന്നതൊക്കെ വർണ്ണിച്ചിരിക്കുന്നു കവി, അത്രയേ ഉള്ളൂ. അത് പൂച്ചെടിയിൽ വെള്ളം ഒഴിച്ചപ്പോ വണ്ട് ആ വെള്ളം ഒഴിക്കുന്ന ആളുടെ ചുറ്റും മൂളിക്കൊണ്ട് പറന്നു നടന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ചലാപാംഗമായിട്ടുള്ള വിറവുണ്ട ആ മിഴിയെ തൊടുന്നു നീ. അതുപോലെ രഹസ്യം പറയാനെന്ന പോലെ ചെവി ഉരുമ്മി വർത്തമാനം പറയുന്നു, മൂടുന്നു. അതുപോലെ കൈ കുടഞ്ഞ് അവള് പ്രതിഷേധം, തടസ്സം സൃഷ്ടിച്ചിട്ടും നീ അവളുടെ ചുണ്ടിന്റെ അരികത്ത് പോയി ആ ചുണ്ട് കുടിക്കുന്നു. രതിസർവസ്വമായിട്ടുള്ള അവളുടെ അധരത്തെ കുടിക്കുന്നു. നീ ഭാഗ്യവാനാണ് ഒക്കെ പറയുമ്പോൾ ശരിക്ക് വണ്ടിന്റെ സ്വഭാവോക്തി എന്നുള്ള അലങ്കാരമാണ്. വണ്ട് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഓർമ്മിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് വെറും സ്വഭാവോക്തിയായിട്ട് നിൽക്കുന്നില്ല. പ്രകൃത രസത്തിന് വളരെ അനുഗുണമായിട്ട് ആ രസത്തിന് വല്ലാത്തൊരു മിഴിവ് കിട്ടും ഈ ഒരു സ്വഭാവത്തിൽ എന്നുള്ള അലങ്കാരം കൊണ്ട്. അപ്പൊ ഇവിടെ അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, ശൃംഗാരരസത്തിന് വേണ്ടി നിൽക്കുന്നു. അതാണ് തത്പരത്വം, തത്പരത ഉണ്ട്. തത്പരത്വേന വിവക്ഷ എന്ന് വെച്ചാൽ വക്തും ഇച്ഛ. അലങ്കാരത്തെ പറയാനുള്ള ആഗ്രഹം. എങ്ങനെ പറയാനാണ് ആഗ്രഹം? ശൃംഗാരരസപരമായിട്ട് പറയാനാണ് ആഗ്രഹം. അങ്ങനെ ആവണം. അങ്ങനെ ആയാൽ
അത് അലങ്കാരമാവും. ഇവിടെ സ്വഭാവോക്തി എന്നുള്ളത് നല്ലൊരു അലങ്കാരം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ശൃംഗാരരസപരമായിട്ടാണ് അതിനെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. അത്ര ഭ്രമരസ്വഭാവോക്തി അലങ്കാര രസാനുഗുണ. ഇനി പറയാണ് അങ്കിത്വേന ച പ്രാധാന്യേന നാങ്കിത്വേന ന പ്രാധാന്യേന. അലങ്കാരം രസത്തെക്കാളും പ്രധാനമായി പോകരുത്. രസാദിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കവി അലങ്കാരം വെച്ചതെങ്കിലും ചിലപ്പോൾ എന്തായി പോവും, പ്രധാനമായിട്ടുള്ള രസാദിയേക്കാളും സുന്ദരമാവും, അങ്കിയാവും അലങ്കാരം. അപ്പൊ അലങ്കാരത്തെക്കാളും പ്രധാനമായാൽ നമ്മളുടെ ഡ്രസ്സോ നമ്മളുടെ ഏതെങ്കിലും ഒരു വേഷവിധാനമോ നമ്മളെക്കാളും എല്ലാവരുടെയും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയാൽ അത് നമുക്ക് അലങ്കാരമല്ല ആവുക, നേരെ മറിച്ച് നമുക്ക് മോശമാവുക ചെയ്യാം. അതുപോലെ അലങ്കാരം ചിലപ്പോ രസാദി താത്പര്യം തത്പരത്വന വിവക്ഷയൊക്കെ ഉണ്ടെങ്കിലും എന്തായി പോവും, അങ്കിയായി പോവും. അങ്ങനെ അങ്കി ആവാതിരിക്കാൻ, പ്രധാനമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഥാചിത് രസാദി താത്പര്യേണ വിവക്ഷതോപി അലങ്കാര കശ്ചിത് അങ്കിത്വേന വിവക്ഷിതോ ദൃശ്യതേ. വാസ്തവത്തില് രസാദി താത്പര്യത്തോടുകൂടി തത്പരത്വേന വിവക്ഷയോടുകൂടി പുറപ്പെട്ടതാണ് അലങ്കാരം ചെയ്യാൻ. പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് എന്തായി പോയി, അങ്കിത്വേന, അങ്കിയായിപ്പോയി, പ്രധാനമായിപ്പോയി. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ ഒരു മനോഹരമായിട്ടുള്ള പദ്യം. ചക്രാഭിഘാത പ്രസഭാജ്ഞൈവ ചകാരയോ രാഹുവധൂ ജനസ്യ ആലിംഗനോദ്ഗാമ വിലാസവന്ധ്യം രഥോത്സവം ചുംബനമാത്ര ശേഷം. ഇവിടെ പര്യായോക്തം എന്നൊരു അലങ്കാരമുണ്ട്. അത്ര പര്യായോക്തസ്യ അങ്കിത്വേന വിവക്ഷ രസാദി താത്പര്യ സത്യപി. ഇവിടെ വീരരസമാണ് പറയേണ്ടത്. വീരരസമാണ് പ്രധാന രസം. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹിനി വേഷം സ്വീകരിച്ച് ഭഗവാൻ മഹാവിഷ്ണു അമൃത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂത്രത്തില് അസുരന്മാരെ മാറ്റിയിരുത്തി ദേവന്മാർക്ക് വിളമ്പുമ്പോഴാണ് ഒരു അസുരൻ ദേവന്മാരുടെ സീറ്റിൽ വന്നിരുന്നു ദേവന്മാരെ പോലെ വേഷം ധരിച്ച് അമൃത് സുഖമായിട്ട് കഴിക്കാൻ തുടങ്ങിയിരിക്കണം. അപ്പോഴാണ് ചന്ദ്രനും സൂര്യനും കൂടി പറഞ്ഞു, ഭഗവാനെ ചതിച്ചു, പറ്റിച്ചു, ഇതാ നോക്കൂ ഇവൻ അസുരനാണ് എന്ന് പറയലും അവന്റെ കഴുത്ത് വെട്ടലും ഒപ്പം കഴിഞ്ഞു എന്നാണ്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, രാഹു എന്ന അസുരനെ കൊന്നു എന്നാണ്. അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണുവിന് അനായാസമായിട്ട് രാഹുവിനെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും പ്രതാപശാലിയാണ് അദ്ദേഹം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം മനസ്സിലെങ്ങനെ ഓർത്തു, സുദർശനമേ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രസഭമായ ആജ്ഞ മാനസമായിട്ട് കൊടുത്തു. അത്രയുള്ള കൊല്ലടോ അവനെ, കഥ കഴിക്കടോ എന്ന് വിചാരിക്കുമ്പോഴും സുദർശന ചക്രം വന്ന് കഴുത്ത് അറുത്തുപോയി. ഇങ്ങനെയും അല്ലാതെ പറഞ്ഞത് എന്തായി ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ആയത്. എങ്ങനെ? തൻ്റെ സുദർശന ചക്രം കൊണ്ടുള്ള പ്രഹരരൂപമായ അലംഘനീയ ആജ്ഞ കൊണ്ട് തന്നെ രാഹുവിൻ്റെ പ്രേയസികളുടെ സുരതോത്സവത്തെ ആലിംഗന പ്രധാനമായ വിലാസ കലവികൾ കലവികളില്ലാത്ത ചുംബനം മാത്രമാക്കി തീർത്തു. അത് ദാമോദരന്റെ. അതായത് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വെറും ചക്രത്തിനോട് പ്രഹാരിക്കുവാനുള്ള ഒരു ആജ്ഞ, അനുല്ലംഘനീയമായിട്ടുള്ള ഒരു ആജ്ഞ കൊണ്ട് മാത്രം, മനസ്സിലൊരു ആജ്ഞ കൊടുത്തു ചക്രത്തിനോട്, ഇവനെ അഭിഘാതം ചെയ്യടോ എന്ന് പ്രസഭമായ ഒരു ആജ്ഞ കൊടുത്തു. ആ ആജ്ഞ കൊണ്ട് എന്തുണ്ടായത്? രാഹുവിനെ കൊന്നു എന്നല്ല പറയുന്നത്. രാഹുവിന്റെ സ്ത്രീകൾക്ക് അന്നു മുതൽ അവരുടെ സുരതം വെറും ഉമ്മ വയ്ക്കലുള്ള ചുംബനത്തിൽ മാത്രം ഒതുങ്ങി. കെട്ടിപ്പുണരലോ അതുപോലെയുള്ള വിലാസങ്ങള്, അംഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോ, ഉടലും കൈയും ഒക്കെ ഉണ്ടാവുമ്പോ എന്തൊക്കെയാണോ സുരതത്തില്
സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുക, അതൊന്നും ഇല്ലാതായി തീർന്നു എന്നാണ് പറയുന്നത്. ആലിംഗന ഉദ്ദാമവിലാസങ്ങളെല്ലാം ഇല്ലാത്തതായി തീർന്നു, രഥോത്സവം ചുംബനമാത്ര ശേഷമായി തീർന്നു എന്ന് പറയുമ്പോ ഇവിടെ രാഹുവധത്തെ നേരിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, വാച്യമായിട്ടല്ല, ലാക്ഷണികമായിട്ടുമല്ല, വ്യഞ്ജനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വ്യഞ്ജനയായിട്ട് പറയുക എന്നുള്ളതാണ് പര്യായോക്താലങ്കാരം. പര്യായോക്തം യദന്യേന പ്രകാരേണ അഭിധീയത്തെ വാച്യവാചകവൃത്തിഭ്യാം ശൂന്യേന അവഗമാത്മന. വാച്യമായിട്ടോ ലാക്ഷണികമായിട്ടോ പറയാതെ, വാച്യവാചക വൃത്തികൾ രണ്ടിനെ കൊണ്ടും പറയാതെ മനസ്സിലാക്കി തരിക, അതിനെയാണ് പര്യായോക്തം എന്ന് പറയുന്നത്. ഇവിടെ രാഹുവധം എന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? നേരിട്ട് പറഞ്ഞിട്ടില്ല. രാഹു സ്ത്രീകളുടെ സുരതം അന്നു മുതൽ ചുംബനമാത്ര ശേഷമായി എന്ന് പറയുമ്പോൾ ഉടല് പോയി, രാഹു മരിച്ചു എന്നുള്ളതല്ല, രാഹുവിന്റെ തല മാത്രമായി, ഉടലില്ലാതായിരുന്നു. അപ്പൊ രാഹുവധമല്ല, രാഹുവിന്റെ ശിരച്ഛേദം. രാഹുവിന്റെ ശിരച്ഛേദം എങ്ങനെയാ പറഞ്ഞത്? ഇങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇവിടെ പര്യായോക്ത അലങ്കാരമുണ്ട്. പക്ഷേ ഇത് എന്തിനായി പര്യായോക്ത അലങ്കാരം ഇവിടെ പ്രയോഗിച്ചത്? വിഷ്ണുവിന്റെ പ്രതാപം, അയ്യോ അത് ഗംഭീരം തന്നെയാണ് എന്ന് ആ വിഷ്ണുവിന്റെ പ്രതാപാതിശയം പറയാൻ, വീരരസം പറയാൻ, അതിനെ മിഴിവ് കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ട പര്യായോക്തം, അതിലാണ് നമ്മളുടെ ശ്രദ്ധ. വായനക്കാരൻ എപ്പോഴും അതിലാ രസിക്കുക. കാരണം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. രാഹുവിന്റെ കഴുത്ത് വെട്ടി, തല വെട്ടി, വെറും തല മാത്രമായി രാഹു, ഉടല കേതുവായി എന്നുള്ള കാര്യത്തെ ഇങ്ങനെ പറയുമ്പോൾ ഈ പറച്ചിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ പര്യായോക്ത അലങ്കാരം എന്തായി പോയി? അങ്കിയായി പോയി. ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യുദാഹരണമാണ്. അടുത്തത് അംഗത്വേന വിവക്ഷിതമപി യം അവസരേ പ്രഗൃഹാതി അവസരേ ഗൃഹാതി ന അനവസരേ. ഈ അംഗമായി നിർത്തിയാലും വിവക്ഷാ തത്പരത്വേനുണ്ട്. അംഗമായിട്ട് തന്നെ നിലനിർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അംഗിയായി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ തോന്നിയിടത്തൊക്കെ അലങ്കാരങ്ങൾ സ്വീകരിക്കരുത്. ഉചിതമായ സമയത്ത് മാത്രമേ സ്വീകരിക്കാവൂ, അപ്പോഴേ അത് അലങ്കാരമാവുള്ളൂ. സമുചിത സമയേ സ്വീകാര, അതാണ് മൂന്നാമത്തേത്. ഇത് രത്നാവലി നാടികയിൽ നിന്നുമുള്ള ഒരു പദ്യമാണ്. ഇവിടെ വത്സരാജൻ നായകൻ വാസവദത്ത നട്ടുവളർത്തിയ മാധവീലതയുണ്ട്. അതുകൂടാതെ നവമാലിക, വത്സരാജൻ നട്ടു വളർത്തിയ നവമാലികയുണ്ട്. ഇതിൽ നവമാലിക നല്ലപോലെ പൂത്തലഞ്ഞു നിൽക്കുന്നു. മാധവീലത അങ്ങനെ നന്നായിട്ട് തളിര് പോലും ഇല്ലാതെ വളരാതെ എങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ നവമാലികാലതയെ എന്ന് വെച്ചാൽ ഒരു വള്ളിയെ സാകൂതം, സസന്തോഷം, സസ്പൃഹം നോക്കി നിൽക്കുകയാണ് വത്സരാജൻ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നാൽ വാസവദത്തയ്ക്ക് ദേഷ്യം വരും. അവള് നട്ടു വളർത്തിയ മാധവീലത അത് തളിര് പോലും കൈവരിച്ചിട്ടില്ല, തളിര് പോലും ഇട്ടിട്ടില്ല. തളിര് പോലും എന്താണ് ചൂടിയിട്ടില്ല. ഞാൻ നട്ടു വളർത്തിയ നവമാലികയാണെങ്കിലോ അത് മനോഹരമായിട്ട് ഇങ്ങനെ കാറ്റത്ത് ഉലഞ്ഞാടി നിൽക്കുന്നു, എന്ത് രസമാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഇവിടെ ഇനി വരാൻ പോകുന്നത് ഈർഷ്യാവിപ്രലംഭമാണ്. അവിടെ ഇനി വരാൻ പോകുന്ന രസത്തെ അതിനെ ഒരു മാർഗശോധനം ചെയ്യുന്ന പോലെ എന്നാണ് അനന്തവർദ്ധൻ പറയുന്നത്. ഈ പദ്യം, ഈ അലങ്കാരം, ഇവിടെ ഒരു അലങ്കാരമുണ്ട്. ഇത്യത്ര എന്താണ് ഇതിന് ലോചനകാരനാണ് പറയുന്നത്, ആനന്ദവർദ്ധനല്ല. എവിടെയാ ലോചനകാരൻ പറഞ്ഞിട്ടുണ്ട്? അത്ര ഉപമാശ്ലേഷ ഈർഷ്യാവിപ്രലംഭസ്യ ഭാവിനഃ മാർഗപരിശോധകത്വേന സ്ഥിതഃ തച്ചർവണാഭിമുഖ്യം കുർവൻ അവസരേ രസസ്യ പ്രമുഖീഭാവദശായാം പുരസ്സരായമാണഃ ഗൃഹീതഃ. ഈ രസം ഇങ്ങനെ വരുമ്പോ, രസത്തിന് മുമ്പ്, രസത്തിന് വഴിയൊരുക്കാൻ വേണ്ടി, മാർഗശോധനം ചെയ്യാൻ വേണ്ടി, വഴി തെളിച്ച് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ചില ആളുകൾ മുമ്പേ വരുമല്ലോ. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന്
ഒളിമ്പിക്കിൽ മെഡലൊക്കെ വാങ്ങിയിട്ട് വരുന്ന ആളുകൾ വരുമ്പോഴേക്കും ഇവിടെ എന്തൊരു ബഹളമാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളൊക്കെ അവിടെ പോയി ബഹളം കൂട്ടി വഴിയൊക്കെ വെട്ടി റെഡിയാക്കി വെക്കുന്നില്ല. ഇതുപോലെ മാർഗശോധനം ചെയ്തുകൊണ്ട് വരികയാണ് ഈ അലങ്കാരം. ഇവിടെ ഒരു അലങ്കാരമുണ്ട്. ഈ അലങ്കാരം ഇനി വരാൻ പോകുന്ന രസത്തിന് വഴിയൊരുക്കുകയാണോ എന്ന് തോന്നും വിധം ഉചിത സമയത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. എന്താ അലങ്കാരം? ഇവിടെ ഉപമാശ്ലേഷം ഒരു അലങ്കാരമാണ് എന്നാണ് ആനന്ദവർദ്ധൻ പറയുന്നത്. എന്താണ് നോക്കാം നമുക്ക്. ഇതില് ഈ പദ്യത്തില് ഞാൻ ഈ വള്ളിയെ, ഉദ്യാനലതയെ സാഹൂതം നോക്കുന്നത് കൊണ്ട് ദേവിക്ക് വല്ലാതെ ദേഷ്യം വരും ഉറപ്പാണെന്നാണ് പറയുന്നത്. അദ്യ ഉദ്യാനലതാം ഇമാം സമദനാം നാരീമിവ അന്യാം ധ്രുവം പശ്യൻ. വേറൊരു സ്ത്രീയെ സാഹൂതം സ്വസ്പൃഹം കൊതിയോടെ നോക്കുന്ന പോലെ ഞാൻ ഇവിടെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേവ്യാഹ മുഖം, വാസവദത്തയുടെ മുഖത്തെ ഞാൻ കോപവിപാടലദ്യുതി കരിഷ്യാമി, കോപം കൊണ്ട് വിശേഷേണ പാടലമായ കാന്തി പൂണ്ടതായിട്ട് തുടുത്ത, കോപം കൊണ്ട് തുടുത്ത മുഖമുള്ളവളാക്കി തുടുത്തതാക്കി തീർക്കുന്നു ദേവിയുടെ മുഖത്തെ. എന്ന് വെച്ചാൽ ദേവിക്ക് കോപം വരും. ഞാൻ ഈ വള്ളിയെ മറ്റൊരു സ്ത്രീയെ എന്ന പോലെ കൊതിയോടെ ഉറ്റുനോക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും ദേവിക്ക് കോപം വരുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന പല പദങ്ങളും ശ്ലേഷമുണ്ട്, എല്ലാ പദങ്ങൾക്കും ഉണ്ട്. ആ ശ്ലേഷം ഉപമയിലേക്ക് നയിക്കുന്നു. അപ്പൊ ശ്ലേഷം കൊണ്ട് ഉപമ എന്നാണ് തോന്നുക. പക്ഷെ ഇവിടെ ആനന്ദവർദ്ധൻ പറയുന്നത് ഉപമ കൊണ്ട് പ്രാണിതമായ ശ്ലേഷമാണ് ഇവിടെ. അതെന്തായാലും ഒരു അലങ്കാരമുണ്ട്. ഈ അലങ്കാരം ഇവിടെ എന്തു ചെയ്യുന്നു? ഇനി വരാനിരിക്കുന്ന ഈർഷ്യാവിപ്രകമ്പത്തിന് ഒരു വഴിയൊരുക്കുന്ന ഒരു മാർഗശോധകയായിട്ടുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ മാർഗശോധകനായിട്ടുള്ള ഒരുത്തനെ പോലെ പെരുമാറുന്നതാണ്. ഉചിത സമയത്ത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഉദ്ദാമോത്കലികാം, ഇങ്ങനെയാണ് ഈ വള്ളിയുള്ളത്. ഉദ്ദാമോത്കലിക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന് ഉത്കലിക പൂമൊട്ടുകളാണ്, മറ്റൊന്ന് ഉത്കണ്ഠ. ഉദ്ദാമം എന്ന് പറഞ്ഞാൽ പ്രവൃദ്ധമായിട്ട് ധാരാളമായിട്ടുള്ളത്. അപ്പൊ ഉദ്ദാമോത്കലിക എന്ന് പറഞ്ഞാൽ വള്ളിയുടെ കാര്യത്തില് നിറയെ പൂമൊട്ടുകളുണ്ട്, പൂമൊട്ടുകളോട് കൂടിയവളാണ് ഇവൾ എന്നർത്ഥം. ഒരു സ്ത്രീയെ എന്ന പോലെ ഞാൻ കാണുന്നു എന്നല്ലേ പറഞ്ഞത്. വേറൊരു അന്യാം നാരീമിവ, നല്ല സുന്ദരിയായ ഒരുത്തിയെ ഞാനിങ്ങനെ ഉറ്റുനോക്കിയാൽ ദേവിക്ക് ദേഷ്യം വരുന്നതാണല്ലോ. അപ്പൊ സുന്ദരിയായ സ്ത്രീയുടെ പക്ഷത്തില് എങ്ങനെയാണ്? ഉദ്ദാമമായ ഉത്കലികയോടുകൂടിയവൾ, ഉത്കണ്ഠയുള്ളവൾ, പ്രണയം കൊണ്ട് ഉത്കണ്ഠിതയായിട്ടുള്ള ഒരു സ്ത്രീയെ. അപ്പൊ ഒന്ന് ലതയുടെ പക്ഷത്തില് ഉത്കലിക എന്നുള്ളതിന് പൂമൊട്ടുകളാണ്, സ്ത്രീയുടെ പക്ഷത്തില് വിരോഹോത്കണ്ഠയാണ്. അതുപോലെ ഈ വള്ളി എങ്ങനെയുണ്ട്? വി പാണ്ഡുരരുചം, വി പാണ്ഡുരരുചം. രുക്ക് എന്ന് പറഞ്ഞാൽ കാന്തി എന്നർത്ഥം. പാണ്ഡുരം വിളറിയ കാന്തി. വി പാണ്ഡുരരുചം വിശേഷമായ പാണ്ഡുരമായ കാന്തിയോട് കൂടിയത്, അല്ലെങ്കിൽ വിഗതമായ പാണ്ഡുരവർണം, വിളർച്ച പൊയ്പോയത്. ആ രണ്ടർത്ഥവും പറയാം. ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പൂന്തളിർ കുലകൾ കൊണ്ടും മറ്റേത് വിരഹാർത്തി കൊണ്ടും വെളുത്തു പോയിരിക്കുന്നു. രണ്ടും വിശേഷണ പാണ്ഡുരമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയില് ധാരാളം പൂന്തളിരുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വള്ളിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ വി പാണ്ഡുരരുചം എന്നുള്ളതിന് തൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ആ സ്ത്രീയുടെ കാര്യത്തില് വി പാണ്ഡുരരുചം എന്ന് പറഞ്ഞാൽ വിളറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? വിരഹം കൊണ്ട് കാന്തി പോയിട്ടുണ്ട്. അപ്പൊ വിശേഷേണ പാണ്ഡുരമായിട്ടുള്ള കാന്തിയുള്ളവളാണ്. അപ്പൊ വിപാണ്ഡുരരുചം എന്ന് പറഞ്ഞാൽ വിപാണ്ഡരരുക്കായിരിക്കുന്ന ഈ വള്ളിയെ, ഒരു സ്ത്രീയെ എന്ന പോലെ. ഇനി പ്രാരബ്ധ ജൃംഭാം. പ്രാരബ്ധ ജൃംഭ എന്നുള്ളതിന്, ജൃംഭ എന്ന് പറഞ്ഞാൽ വളർച്ച, തിരണ്ടു വരിക, പുഷ്ടിപ്പെടുക എന്നൊക്കെ അർത്ഥം. പ്രാരബ്ധ ജൃംഭ എന്ന് വെച്ചാൽ പുഷ്ടിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വള്ളി, നല്ലപോലെ തിരണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഒന്ന് പുഷ്ടിയാർന്നു തിരണ്ടും. ഇനി സ്ത്രീ ആണെങ്കിലോ വിരഹം കൊണ്ട് അവൾക്ക് പ്രണയമുണ്ട്. അപ്പൊ പ്രണയവിരഹം കൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിടുന്നുണ്ട്. ജൃംഭ എന്നുള്ളതിന് കോട്ടുവായ ഒരർത്ഥമുണ്ട്.
അപ്പൊ ആലസ്യമാണ്ട് കോട്ടുവായിട്ടും തിരുംഭിതമാണ്. ഒന്ന് പുഷ്ടിപ്പെട്ട് തിരണ്ടു നിൽക്കുന്നു, ആ തിരൾച്ച തുടങ്ങിയിരിക്കുകയാണെന്നാണ്. മറ്റൊന്ന് ക്ഷീണിച്ച് കൊട്ടുവായിട്ടുന്ന സ്ത്രീയാണ്. ആയാസം ശ്വസനോദ്ഗമൈ അവിരളൈ ആതന്വതീമാത്മന. അതില് ഈ വാക്യം എന്താണ്? അവിരളൈഹി ശ്വസനോദ്ഗമൈഹി ആത്മനഃ ആയാസമാതന്വതീം എന്നുള്ള വാക്യത്തിന് എന്താർത്ഥം? വസന്തമാരുതനിൽ ആടിയുലയുമ്പോൾ ഈ ലത വള്ളി ചെറിയ മന്ദമാരുതനുള്ള വസന്ത ഋതുവിലെ കാറ്റടിക്കുമ്പോൾ ശ്വസനോദ്ഗമം എന്ന് പറഞ്ഞാൽ ശ്വസനഹ എന്നുള്ളതിന് മാരുത കാറ്റ് എന്നർത്ഥം. ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന കാറ്റ് കൊണ്ട് അത് ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അതിനൊരു ആയാസമുണ്ട് വള്ളിക്ക്. ആ സ്ത്രീ പക്ഷത്താണെങ്കിലോ നിരന്തരമായ നെടുവീർപ്പ്. അതാണ് ശ്വസനോദ്ഗമം എന്ന് വെച്ചാൽ നെടുവീർപ്പ്. നെടുവീർപ്പുകൾ, അവിരളങ്ങൾ എന്ന് വെച്ചാൽ നിരന്തരം ഇടതടവില്ലാത്ത നെടുവീർപ്പുകളെ കൊണ്ട് ക്ഷീണിച്ചവളാണ്. അപ്പൊ ഇവിടെ ഒരേ പദ്യത്തില് ഒരേ വാക്കുകളെ കൊണ്ട് രണ്ടർത്ഥം കിട്ടുകയാണ്. ഒന്ന് വള്ളി എന്നും മറ്റൊന്ന് വിരഹിണിയായിട്ടുള്ള പ്രേയസി. അപ്പൊ വിരഹിണിയായ പ്രേയസിയെ എന്ന പോലെ ഞാൻ ഇവിടെ നോക്കുന്നു. അപ്പൊ ഇവിടെ ഉപമയുണ്ട്, ശ്ലേഷമുണ്ട്. ശ്ലേഷാനുപ്രാണിതമായ ഉപമ എന്ന് പറയാം, അല്ലെങ്കിൽ ഉപമാനുപ്രാണിതമായ ശ്ലേഷം. അതുകൊണ്ടാണ് ഉപമാശ്ലേഷം എന്നാണ് ആനന്ദവർദ്ധനൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു അലങ്കാരമുണ്ട്. ഈ അലങ്കാരം ഇനി വരാനിരിക്കുന്ന ഈർഷ്യാവിപ്രലംബം എന്നൊരു പ്രണയകോപം, പ്രണയകോപത്തില് വിയോഗം നായികാനായകന്മാർക്ക് ആ രസം വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈർഷ്യാവിപ്രലംബം വരാനിരിക്കുന്ന ഈർഷ്യാവിപ്രലംബത്തിന് മാർഗശോധനം ചെയ്യുന്നത് പോലെ ഉചിത സമയത്ത് സ്വീകരിച്ചത് കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഇങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെയായാൽ അലങ്കാരമാകും. ഇനി അടുത്തത് ഗൃഹീതമപിച്ച യം അവസരെ ത്യജതി തത് രസാനുഗുണതയാ അലങ്കാരാന്തരാപേക്ഷയാ. മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ തന്നെ വളർത്തിയത് വളരെ കെയർഫുള്ളായിട്ട് തത്പരത്വേന വിവക്ഷിച്ചിട്ടും അംഗീയാവാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടും ഉചിത സമയത്ത് സ്വീകരിച്ചിട്ടും ഒക്കെ കൊണ്ടുവന്ന അലങ്കാരം ചിലപ്പോ കളയുന്നതായിരിക്കും വളരെ മനോഹരമാവുക. മുഴുവനാക്കാതെ വിടുന്നതായിരിക്കും നല്ലത്. അത് വിഷവൃക്ഷമാണെങ്കിലും ഞാൻ നട്ടു വളർത്തിയതാണല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ കൊല്ലും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതല്ല ഔചിത്യം. പിന്നെയോ എന്തുകൊണ്ടും എന്തു വില കൊടുത്തും നമ്മളെ രക്ഷിക്കണം എന്നുള്ള നയം. ഇവിടെ എന്ത് വില കൊടുത്തും നമ്മൾ രസത്തെ പൊരുപ്പിച്ച് കാണിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അലങ്കാരത്തെ ചിലപ്പോൾ ശിരച്ഛേദം ചെയ്യേണ്ടി വരും. അവിടെ ശിരച്ഛേദം ചെയ്ത് വേറൊരു അലങ്കാരത്തെ കൊണ്ട് വെക്കേണ്ടി വരും. വെച്ചാൽ അപ്പോഴാണ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രസം നല്ലപോലെ അത് ശോഭയാർന്നു നിൽക്കുക. അപ്പൊ ഇതെല്ലാം കവിക്കുള്ള നിർദ്ദേശങ്ങളാണ്. എങ്ങനെ അലങ്കാരങ്ങളെ, രൂപകാദ്യാലങ്കാരങ്ങളെ രസാദിധ്വനിയില് മനോഹരങ്ങളായ അലങ്കാരങ്ങളാക്കി മാറ്റാം എന്നുള്ളതിന് ചില നിർദ്ദേശങ്ങളാണ്. അപ്പൊ അടുത്ത എന്താണ്? കാലേ ത്യാഗ എന്നുള്ളതാണ്. ഗൃഹീതമപിച്ച, ഗൃഹീതം സ്വീകൃതം, സ്വീകരിക്കപ്പെട്ട അലങ്കാരത്തെ, യം ഏതൊരു അലങ്കാരത്തെ, അവസരേ ത്യജതി ഉചിത സമയത്ത് കളയണം. തത് രസാനുഗുണതയാ അലങ്കാരാന്തരാപേക്ഷയാവാ. രസാനുഗുണമായിട്ട് കളയുന്നത് നല്ലതാ. അതുപോലെ മറ്റൊരു രസത്തിന് വേണ്ടി ഇതിനെ കളഞ്ഞിട്ട് മറ്റൊരു അലങ്കാരത്തിന്, രസാന്തരത്തിന് വേണ്ടിയിട്ട് ഇതിനെ കളഞ്ഞ് രസാനുഗുണം ആയിട്ടുള്ള മറ്റൊരു അലങ്കാരം എന്ന് വെച്ചാൽ മറ്റൊരു അലങ്കാരത്തെ സ്വീകരിക്കുമ്പോഴും അത് രസത്തെ നല്ലപോലെ അനുഭവിപ്പിക്കാൻ, സഹൃദയനെ അനുഭവിപ്പിക്കാൻ അതിൽ സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് മറ്റൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കളയേണ്ടി വന്നാൽ കളയണം. ഏതുപോലെ യഥാ രക്തസ്ത്വം നവപല്ലവൈഹി. അശോകവൃക്ഷത്തോട് ഒരു വിരഹിയായിട്ടുള്ള കാമുകൻ പറയുന്നതാണ്. രക്തസ്ത്വം നവപല്ലവൈഹി അഹമപി ശ്ലാഘ്യൈ പ്രിയായാ ഗുണൈഹി. അശോകമേ, നീ പുതിയ പല്ലവങ്ങളെ കൊണ്ട് രക്തനാണ്, അരുണിമയുള്ളവനാണ്, ചുവന്ന വർണ്ണമുള്ളവനാണ്. ഞാനും രക്തനാണ്. എൻ്റെ പ്രിയതമയുടെ ഗുണങ്ങളാൽ ഞാൻ അനുരക്തനാണ്. അപ്പോൾ രക്തൻ എന്നുള്ളതിന് രണ്ടർത്ഥം. ഒന്ന് ചുവപ്പ് ഉള്ളത്, രാഗമുള്ളത് എന്നർത്ഥം.
അപ്പൊ അശോകവൃക്ഷത്തോട് പറയാണ്, നിനക്ക് നീ പുതിയ തളിരുകളാൽ ചുവന്ന വർണ്ണമുള്ളവനാണ്, ചുവപ്പുള്ളവനാണ്. ഞാനോ പ്രേയസിയുടെ ആകർഷകമായിട്ടുള്ള ഗുണങ്ങളാൽ അവളിൽ അനുരക്തനാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുവരെയാണെന്നാണ്. അശോകമേ, നീ തളിരുകൾ കൊണ്ട് രക്തൻ, ചെന്നിറമാർന്നവൻ, ചെന്നിറമാർന്നവൻ. ഞാനും പ്രശംസനീയങ്ങളായിട്ടുള്ള പ്രിയാഗുണങ്ങൾ കൊണ്ട് രക്തൻ, അനുരക്തൻ. തീർന്നില്ല, നമുക്ക് തമ്മിൽ ഒരുമയുണ്ട്, ഒരേപോലെയാണ് നമ്മൾ രണ്ടുപേരും. വാമായാന്തി ശിലീമുഖാ, നിന്റെ നേർക്ക് അശോകമേ, നീ പൂത്തെളിഞ്ഞു നിൽക്കുമ്പോ നിന്റെ നേർക്ക് ശിലീമുഖങ്ങൾ വരുന്നു. ശിലീമുഖം എന്നുള്ളതിന് വണ്ട് എന്നർത്ഥം. വണ്ടുകൾ വരുന്നു, പൂവ് തേടി വരുന്നു, തേൻ തേടി വരുന്നു. എൻ്റെ നേർക്കും ശിലീമുഖങ്ങൾ വരുന്നു. എൻ്റെ നേർക്ക് വണ്ടുകളല്ല വരുന്നത്, അമ്പുകളാണ്. ശിലീമുഖ എന്നുള്ള ശബ്ദത്തിന് രണ്ടർത്ഥം, വണ്ടുകളെന്നും അമ്പുകളെന്നും, അസ്ത്രങ്ങൾ. എൻ്റെ നേർക്ക് ഏതസ്ത്രമാണ് വരുന്നത്? ആരുടെ അസ്ത്രമാണ്? സ്മരധനുർമുക്താഹ, സ്മരന്റെ കാമന്റെ ധനുസിൽ നിന്നും വില്ലിൽ നിന്നും എഴുതയക്കപ്പെട്ട അമ്പുകള്, കാമന്റെ അമ്പുകള്. ആ പ്രിയതമയോടുള്ള സ്നേഹം, കാമൻ, അത് എൻ്റെ നേർക്കും വരുന്നുണ്ട്. കാമാസ്ത്രങ്ങള് എൻ്റെ നേർക്ക് വരുന്നുണ്ട്. അപ്പൊ ശിലീമുഖങ്ങൾ നിന്റെ നേർക്കുണ്ട്, എൻ്റെ നേർക്കുണ്ട്. തഥാ മാമപി ആയാന്തി, ആയാന്തി വരുന്നു. നിന്റെ നേർക്ക് വണ്ടുകൾ വരുന്നു, എൻ്റെ നേർക്ക് കാമാസ്ത്രങ്ങൾ വരുന്നു, കാമശരങ്ങൾ വരുന്നു. കാമദേവന്റെ പൂവിൽ നിന്ന് പുറപ്പെട്ട ശിലീമുഖങ്ങൾ, വണ്ടുകൾ നിന്റെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. അവണ്ണം കടാക്ഷങ്ങൾ എൻ്റെ മേലും ഒന്ന് വീഴുന്നു. കാമദേവന്റെ ഇവിടെ കുറച്ചുകൂടി മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാള് രാമോദരൻ. അതായത് സ്മരധനുർമുക്താഹ എന്നുള്ളത് ശിലീമുഖങ്ങൾക്കും ചേർക്കാമെന്നാണ്. നിന്റെ നേർക്ക് വണ്ടുകൾ വരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ എൻ്റെ നേർക്ക് കാമന്റെ വില്ലിൽ നിന്നും തൊടുക്കപ്പെട്ട അസ്ത്രങ്ങൾ വരുന്നു, നിന്റെ നേർക്കും ശിലീമുഖങ്ങൾ വരുന്നു. അവയും നിന്റെ നേർക്ക് വരുന്ന വണ്ടുകളും സ്മരധനുർമുക്തങ്ങളാണ്. കാരണം കാമന്റെ വില്ല് എന്ന് പറയുന്നത് വണ്ടുകളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ കാമന്റെ ശിലീമുഖമയമായിട്ടുള്ള ധനുസ്സിൽ നിന്നും ആണ് വണ്ടുകൾ വരുന്നത്. അപ്പൊ നിന്റെ നേർക്ക് വരുന്ന വണ്ടുകളും സ്മരധനുസ്സിൽ നിന്നും വരുന്നവരാണ്. എൻ്റെ നേർക്ക് വരുന്ന കാമശരങ്ങളും കാമന്റെ ധനുസ്സിൽ നിന്ന് വരുന്നവരാണ്. അതുപോലെ കാന്താപാദതലാഹതിസ്തവമുദേ ഇങ്ങനെ പറയാറുണ്ട്. സുന്ദരികളായ സ്ത്രീകൾ ചവിട്ടിയാൽ അശോകവൃക്ഷത്തിന് വളരെ സന്തോഷമാണെന്ന്, അതുകൊണ്ട് പൂക്കുന്നു. അപ്പൊ കാന്താപാദതല ആഹതി, സുന്ദരികളായ സ്ത്രീകളുടെ തൊഴി, കാലുകൊണ്ടുള്ള തൊഴി, തവ മുദേ നിനക്ക് സന്തോഷത്തിനായി ഭവിക്കുന്നു. മുദേ, മുത്ത് എന്നൊരു ശബ്ദം, അതിന്റെ ചതുർത്ഥിയാണ് മുദേ, സന്തോഷത്തിനായി ഭവിക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ്. തദ്വൻ മമാഹി, എനിക്കും എൻ്റെ പ്രേയസി അവളുടെ ഒരു നല്ല സുന്ദരമായ ആ ചേവടികൾ കൊണ്ട് എന്നെ ഒന്ന് തൊഴിച്ചിരുന്നെങ്കിൽ എന്ത് രസമാണെന്ന് ഞാനും ആലോചിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ സുന്ദരികളായ സ്ത്രീകളുടെ കാലുകൊണ്ടുള്ള തൊഴിൽ നിനക്ക് സന്തോഷത്തെ തരുന്നു, അതുപോലെ എനിക്കും സന്തോഷത്തെ തരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്നാണ്. സുന്ദരികളുടെ പാദതാടനം നിനക്ക് നിർവൃത്തികരം, അതുപോലെ തന്നെ എനിക്കും. അപ്പൊ ഇതുവരെ എന്താ ചെയ്യുന്നത്? ശ്ലേഷം, നല്ല ശ്ലേഷാണ്. ഈ പല പദങ്ങൾക്ക് രണ്ടർത്ഥമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഉപമ ഉണ്ടാവുന്നുണ്ട്. അതായത് ഞാനും നീ ഒരുപോലെയാണ്, സർവം തുല്യം അശോക. അപ്പൊ എനിക്കും നിനക്കും എല്ലാം ഒരേപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് പദ്യത്തിലെ ബാക്കി ഭാഗം. അപ്പൊ അവിടെയും പിന്നെയും ഈ ഒരേപോലെയാണെന്നുള്ള കാര്യം പറഞ്ഞാൽ പോരെ? അതല്ല ചെയ്തത് കവി. എന്ത് ചെയ്തു? ഇതുവരെ കൊണ്ടുവന്ന ശ്ലേഷത്തെ ഒറ്റ വെട്ടു കൊടുത്തു, എന്നിട്ട് വ്യതിരേകത്തെ അവിടെ കൊണ്ടുവച്ചു. അശോകമേ, എനിക്കും നിനക്കും എല്ലാം ഒരുപോലെയാണ്, പക്ഷേ ഒരു കാര്യത്തില് പടച്ചവൻ നിന്നോട് കുറച്ച് കൂടുതൽ ഇഷ്ടം കാണിച്ചു കളഞ്ഞു. നിന്നെ അശോകനാക്കി, എന്നെ സശോകനുമാക്കി. അപ്പൊ അഹം കേവലം സശോക കൃത, ഞാൻ മാത്രം സശോകനാക്കപ്പെട്ടു.
ആരാൽ? ധാത്ര, പടച്ചവനാൽ. സൃഷ്ടികർത്താവ് എന്നെ എപ്പോഴും ദുഃഖമുള്ളവനാക്കി. എനിക്ക് അവളെ കിട്ടുന്നില്ലല്ലോ, എന്റെ ദുഃഖം എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. നീയോ? നീ അശോകനാണ്. അപ്പൊ ഇതുവരെ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് ശ്ലേഷം കൊണ്ട് രണ്ടുപേർക്കും ഔപമ്യം പറഞ്ഞു വന്നിട്ട് ഇവിടെ ഉപമാശ്ലേഷത്തെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. എങ്ങനെ, എന്തിനു കൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ വ്യതിരേകത്തെ വെക്കാൻ. ആ വ്യതിരേകം വെക്കുമ്പോഴാണ് ഇവിടെ ഇയാളുടെ ഒരു വിരഹിയായ കാമുകൻ പറയുന്നതാണ് മനോഹരമായിട്ടുള്ള ശൃംഗാരരസം, വിപ്രലംഭ ശൃംഗാരം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ് അതിന്റെ ബ്യൂട്ടി. ഇതുവരെ കൊണ്ടുവന്ന ആ ഉപമാശ്ലേഷത്തെ മുഴുവനാക്കാൻ മെനക്കെടാതെ അത് കളഞ്ഞിട്ട് വ്യതിരേകത്തെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രകൃതരസം വല്ലാത്ത മുഴിവ് നേടുന്നു. അത്ര ഹി പ്രബന്ധപ്രവൃത്തോ വിശ്ലേഷ വ്യതിരേക വിവക്ഷയാ ത്യജ്യമാന രസവിശേഷം പുഷ്ണാതി. ഇവിടെ ആ രസം വല്ലാത്ത, രസത്തിന് പോഷത്തെ, രസത്തിന് വല്ലാത്തൊരു ശോഭയെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നിർത്താം. 12:2. ഇനി ഇവിടെ ഒരു ചർച്ചയാണ് വരുന്നത്, ചെറിയൊരു അവാന്തര പ്രകരണം. അതായത് ഇവിടെ വാസ്തവത്തില് ഒരു അലങ്കാരത്തെ കളഞ്ഞ് വേറൊരു അലങ്കാരം സ്വീകരിക്കുകയൊന്നല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്ലേഷം കളഞ്ഞ് വ്യതിരേകം സ്വീകരിച്ചൊന്നും പറയാൻ പറ്റില്ല. ശ്ലേഷവും വ്യതിരേകവും കൂടിയിട്ട് ഒരു അലങ്കാരം, അങ്ങനെയുണ്ടല്ലോ. രണ്ട് അലങ്കാരങ്ങൾ ചേർന്ന് വേറൊരു അലങ്കാരം ഉണ്ടാവാറില്ലേ? അതാണ് ഇവിടെ ഉള്ളത് എന്ന് ഒരു ശിഷ്യൻ സംശയിക്കണം. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇവിടെ ശ്ലേഷത്തെ കളഞ്ഞ് വ്യതിരേകം സ്വീകരിച്ചു എന്നല്ല പറയേണ്ടത്, ശ്ലേഷം വ്യതിരേകം എന്നൊരു അലങ്കാരമാണ് ഉള്ളത്. അങ്ങനെയുണ്ടല്ലോ, ചിലരുടെ തല മാത്രം വേറെ, ഉടല് വേറെ, അല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ മംഗളപദ്യം എങ്ങനെയാ തുടങ്ങിയത്? തലസിംഹനും ഉടൽ മാനുഷനും ആയിട്ടുള്ള ഒരാളെ സ്തുതിച്ചുകൊണ്ടാണല്ലോ, അല്ലേ? നരസിംഹത്തെ പോലെ ഇവിടെ തലവ്യതിരേകവും ഉടൽ ശ്ലേഷവുമായിട്ടുള്ള ശ്ലേഷം വ്യതിരേകം എന്നൊരു പുതിയൊരു അലങ്കാരമാണ്. രണ്ട് അലങ്കാരങ്ങളില്ല, ഒരലങ്കാരമേ ഉള്ളൂ. ഒരലങ്കാരത്തെ കളഞ്ഞ് ഒരലങ്കാരം സ്വീകരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ഒരാൾ സംശയം ചോദിക്കുന്നു. സംശയത്തിന് മറുപടി കൊടുക്കുന്നു. അത് ചെറിയൊരു ചർച്ചയുണ്ട്, അത് കുറച്ച് നീളും. അപ്പൊ അത് നാളെ നോക്കാം.